ഒന്നുകൂടെ എഴുന്നേറ്റ് പ്ലീസ്. അപ്പം നമ്മൾ മതത്തിൽ നിൽക്കാനുള്ള 5 കാര്യങ്ങൾ പഠിച്ചു. എന്തുകൊണ്ട് ഞാൻ ഇസ്ലാമിനെ ചൂസ് ചെയ്യുന്നതിന് ഉത്തരം നമ്മൾ പഠിച്ചു അല്ലേ? പിന്നെ നമ്മൾ പറഞ്ഞതറിയോ, അത് നമ്മൾ ബോധ്യപ്പെടുത്തിയതിനു ശേഷം ഇങ്ങനെ വരുന്ന യുക്തിവാദ ലിബറൽ ചിന്താഗതിയുള്ള ആളുകൾ നമുക്ക് തിരിച്ച് ചില ചോദ്യം ചോദിക്കാണ്ട്, ഇങ്ങനെ അവരോട് ചോദിച്ച് അവർ നിങ്ങളെ ക്ഷണിക്കുന്ന തെറ്റായ എല്ലാ ആശയങ്ങളും ഈ പറഞ്ഞ 6-ാം നൂറ്റാണ്ടിലും അതിൻ്റെയും മുൻപ് ലോകത്തുള്ളതാണ് എന്നവരെ ബോധ്യപ്പെടുത്തിയാൽ പിന്നെ ഇസ്ലാം 6-ാം നൂറ്റാണ്ടിൻ്റെ പഴഞ്ചൻ ആശയമാണ് എന്നവർക്ക് പറയാൻ കഴിയുമോ? ക്ലിയർ ക്ലിയർ ഇരിക്കും. നാളെ മുതൽ നമ്മൾ ക്യാമ്പസിലേക്ക് പോകേണ്ടത് എങ്ങനെ പോകണം? അയ്യോ ഞാനൊരു മുസ്ലിമായി അതുകൊണ്ട് ഒരു നാണം, ആരും മുന്നിലേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല എന്തെങ്കിലും ചോദിക്കുമ്പോൾ നമ്മളാകെ കുഴഞ്ഞു പോകുന്നു. അങ്ങനെ ഉണ്ടാകരുത്. നിങ്ങൾ ക്യാമ്പസിൽ നിങ്ങൾ മാത്രമാണ് ഒരു മുസ്ലിം എങ്കിൽ പോലും നിങ്ങൾക്ക് ചുറ്റിലും 100,000 ആളുകൾ യുക്തിവാദികളോ നിരീശ്വരവാദികളോ ആണെങ്കിൽ പോലും അവർക്കൊന്നുമില്ലാത്തൊരു വലിയ ആത്മാഭിമാന ബോധം നിങ്ങൾക്കുണ്ടാകണം. നമ്മൾ ഇന്ന് തുടങ്ങുകയാണ്. ഇക്കഴിഞ്ഞ വെക്കേഷൻ അവധി കഴിഞ്ഞ് കലാലയത്തിലേക്ക് കടക്കാൻ പോകുന്ന കുട്ടികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇസ്ലാം മതം അല്ലെങ്കിൽ ആ മതത്തെ പിൻപറ്റുന്നതിൽ അഭിമാനബോധമുള്ളവരായിട്ട് മുസ്ലിം യുവ തലമുറയെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ഒരു പരിപാടി. ആ പരിപാടി നമ്മൾ മുൻപത്തെ വീഡിയോകളിലൊക്കെ അതിൻ്റെ വിഷ്വൽ ഉൾപ്പെടെ കാണിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞിരുന്നു, ഇസ്ലാം മതത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഇസ്ലാം മതത്തിൽ നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇസ്ലാമിനെതിരെ വരുന്ന വിമർശനങ്ങളെ പ്രതിരോധിക്കാൻ ഏതെങ്കിലും തരത്തിൽ അക്കാദമികമായ പരിശീലനം നൽകുന്നതിന് പകരം അവരെ ഒരു പ്രത്യേക തരത്തിലുള്ള ഭയത്തിന് അടിമപ്പെടുത്തി സ്വർഗം, നരകം, മരണം, ഖബറിനകത്തുള്ള ശിക്ഷ, മനുഷ്യൻ മരണപ്പെട്ട് മറമാടപ്പെട്ട് കഴിഞ്ഞാൽ ശരീരം അഴുകുന്നതിൻ്റെ ചില ദൃശ്യങ്ങൾ, അതിൻ്റെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആളുകളെ ഭയവിഹ്വലരാക്കി ഈ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭയാനകമായ പരലോക ജീവിതം, അതേപോലെ തന്നെ ഖബർ ജീവിതം, നരകശിക്ഷ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തിയതിന് ശേഷം ഇസ്ലാമിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിലും പൊതുവിൽ പുതിയ തലമുറയിലൊക്കെ ഉയർന്നു കേൾക്കുന്ന വിമർശനങ്ങളും ചോദ്യങ്ങളും മറികടക്കാനുള്ള ഒരു തെറ്റായ അല്ലെങ്കിൽ എന്താ പറയുക കപടമായ ഒരു പോംവഴി പറഞ്ഞു കൊടുക്കുന്ന ഒരു പരിപാടിയായിരുന്നു ഈ മോട്ടിവേഷൻ്റെ ആകെ തുക എന്ന് പറയുന്നത്. അതിൻ്റെ 3 ഭാഗങ്ങൾ നമ്മൾ താരതമ്യം ചെയ്ത് കഴിഞ്ഞു, മീൻസ് അത് പരിശോധിച്ച് കഴിഞ്ഞു. അതിലേറ്റവും അവസാനത്തെ ഭാഗമാണ് ഇത്. ഇതിൽ നമ്മൾ ടൈറ്റിൽ പറഞ്ഞിട്ടുള്ളത് വലിയ വര ചെറിയ വര. അതാണ് ഇന്നത്തെ വിഷയത്തിൻ്റെ ടൈറ്റിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. എന്താണ് വലിയ വര ചെറിയ വര? നമ്മളിപ്പോൾ ഒരു ബോർഡിൽ അല്ലെങ്കിൽ ഒരു പേപ്പറിൽ ഒരു വര ഉണ്ട്, ഒരു വര വരച്ചിട്ടുണ്ട്. ആ വര വലിയ വരയാവണമെങ്കിൽ നിങ്ങൾക്ക് ആ വരയിൽ തൊടാതെ അതിനെ ആ വരയിൽ ഒരു മാറ്റവും വരുത്താതെ അതിനെ വലിയ വരയായി പ്രൊജക്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആ വരയുടെ താഴെയോ മുകളിലോ ആയിട്ട് അതിനേക്കാളും ഒരു ചെറിയ വര വരച്ചാൽ മതി. അപ്പം താരതമ്യം ചെയ്തുകൊണ്ട് ഇത് വലിയ വരയാണ് എന്ന് പറയാനുള്ള ഒരു സൂത്രപ്പണിയാണ് ഇവിടെ ചെയ്യുന്നത്. ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങളെയൊക്കെ തിരിച്ചു പിടിച്ചുകൊണ്ട് ഇസ്ലാമിനെതിരെ വിമർശനം ഉന്നയിക്കുന്നവരുടെ ആശയങ്ങൾ എന്ന പേരിൽ അവർ സാങ്കല്പികമായ ഒരു ചെറിയ വര വരച്ചുകൊണ്ട് ഇസ്ലാം എന്ന് പറയുന്ന വരയെ വലിയ വരയായിട്ട് പ്രൊജക്റ്റ് ചെയ്യാനും നമ്മളൊക്കെ ആ വലിയ വരയുടെ ആൾക്കാരാണ് എന്ന ഒരു തെറ്റായ ആത്മവിശ്വാസം, ഒരു മിഥ്യയായിട്ടുള്ള അഭിമാനബോധം അവർക്ക് പകർന്നു കൊടുക്കാനുമാണ് ഉസ്താദ് ഇവിടെ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇദ്ദേഹം ഇസ്ലാമിനെതിരെയുള്ള ആരോപണം എന്ന് പറയുന്നതിൽ തെറ്റാണ്. ഇസ്ലാമിക വിമർശനം നടത്തുന്നവരുടെ ആശയം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്ന ആശയങ്ങൾ അതും തെറ്റാണ്. അതിനുമൊക്കെ അപ്പുറത്തേക്ക് ഇദ്ദേഹം പറയുന്ന പരിഹാരം അല്ലെങ്കിൽ ഇദ്ദേഹം മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അവകാശവാദങ്ങൾ അല്ലെങ്കിൽ ആശയങ്ങൾ അതും തെറ്റാണ്. ഇതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. അതല്ലെങ്കിലേ മോട്ടിവേഷൻ ആളുകൾക്കൊന്നും നല്ല കാലമല്ല എന്ന് നമുക്കൊക്കെ അറിയാലോ. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം നമ്മൾ ഇനി അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾപ്പിച്ചുകൊണ്ട് ഈ സംഭവങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ 3 വീഡിയോകൾ ഇതിനു മുമ്പ് ചെയ്തു കഴിഞ്ഞു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അത് കാണുക. ഇനി ഇതിൻ്റെ ഒരു അവസാനത്തെ ഭാഗം കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. പെട്ടെന്ന് പറയാം. ഇവർ സാധാരണ വിമർശിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങളുടെ മതം എന്തൊരു അറുപഴഞ്ചൻ മതല്ലേ, നമ്മുടെ മതത്തിന്റെ പഴക്കത്തിലാണ് ഇവർ പറയാറുള്ളത്. 6-ാം നൂറ്റാണ്ടല്ലേ, 1400 കൊല്ലം മുമ്പുള്ള മതല്ലേ നമ്മൾ ജീവിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതൊക്കെ പറ്റുമോ? ലോകത്തെല്ലാം പുതുമയുള്ളതായി, പക്ഷെ നിങ്ങളുടെ മതത്തിന് മാത്രം ഒരു പുതുമയില്ല. നിങ്ങൾക്ക് പുതുമയോടെ ജീവിക്കണോ? ഞങ്ങളെ ആശയത്തിലേക്ക് വരൂ. ഏതാ ഞങ്ങൾ ആശയം എന്ന് പറഞ്ഞാൽ ഏതാ? ഈ നിരീശ്വരവാദല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് പരിശോധിക്കാം, നിരീശ്വരവാദം പുതുമയുള്ളതാണോ അതല്ല പഴയതാണോ? അപ്പൊ ഇസ്ലാം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു വിമർശനമാണ് 6-ാം നൂറ്റാണ്ടിലെ മതം, 1400 വർഷം പഴയ മതം എന്നൊക്കെയുള്ളത്. അപ്പൊ ഈ വിമർശനത്തെ നേരിടാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇസ്ലാമിനെതിരെ ഈ വിമർശനം ഉന്നയിക്കുന്നവരുടെ ആശയം എന്താണ് അവരുടെ ആശയം? അത് അദ്ദേഹം തന്നെ പറയും, യുക്തിവാദം എന്ന് പറഞ്ഞാൽ ദൈവമില്ല എന്ന ആശയമാണ്, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ദൈവമുണ്ട് എന്ന ആശയമാണ്. അത്ര ലളിതമാണോ ഇസ്ലാമും യുക്തിവാദവും അല്ലെങ്കിൽ ഇസ്ലാമും നിരീശ്വരവാദവും? അല്ല, അത് തന്നെ തെറ്റാണ്. പോട്ടെ, ഇനി അദ്ദേഹം പറഞ്ഞത് വെച്ചിട്ട് നമ്മൾ അതിൽ പോകുന്നില്ല, മുന്നോട്ട് പോകാം. അപ്പം ഇദ്ദേഹം ചെയ്യുന്നത് ഇസ്ലാമിൻ്റെ 1400 വർഷം എന്ന പഴക്കം മായ്ച്ചു കളയാൻ വേണ്ടി
അതിനേക്കാളും പഴയതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ വര ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകളുടെ ആശയം എന്ന പേരിൽ ഇദ്ദേഹം വരക്കാണ്. എന്ന് പറഞ്ഞാൽ ദൈവമുണ്ട് എന്ന് പറയുന്ന ആശയം അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്ന ആശയത്തിന് 1400 വർഷം പഴക്കമുണ്ട് എന്ന് പറയുന്നു എങ്കിൽ ദൈവമില്ല എന്ന് പറയുന്ന ആശയത്തിന് എത്ര വർഷം പഴക്കമുണ്ട്? ഇതാണ് ചോദ്യം. അപ്പൊ ഇദ്ദേഹം പറയുന്നത് അത് അതിനേക്കാളും മുൻപ് ഉള്ള ആശയമാണെന്ന്. സ്വാഭാവികമാണ്. മനുഷ്യരിങ്ങനെ സ്വസ്ഥമായി സ്വച്ഛന്തമായിട്ട് ജീവിക്കുന്നതിനിടയിൽ ഒരാൾ വന്നിട്ട് ദൈവം ഉണ്ടെന്നും ഞാൻ ദൈവത്തിന്റെ ആളാണെന്നും പറയുമ്പോൾ ഏത് ദൈവം, എന്ത് ദൈവം, തെളിവ് എന്താണ് എന്നൊക്കെ ചോദിക്കും. അപ്പൊ ദൈവമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാൾ കയറി വരുമ്പോൾ തന്നെ അവിടെ ഉടലെടുക്കുന്ന ഒരാശയമാണ് അതിന് തെളിവ് ചോദിക്കുകയും ആ തെളിവില്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ അതിനെ നിരാകരിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ആശയം. അപ്പോൾ എന്തായാലും അദ്ദേഹം പറയട്ടെ. അതിനു മുൻപ് ഇവർ പറയുന്ന ഇസ്ലാമിന്റെ പഴക്കം 6-ാം നൂറ്റാണ്ട് മുതലല്ല കേട്ടോ. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലം മുതലേ നിലനിൽക്കുന്നതാണ് ഇത് ഇസ്ലാം. അത് ഇവർക്ക് തെറ്റിപ്പോയതാ. 6-ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുതുതായി കണ്ടുപിടിച്ചൊരു മതമൊന്നുമല്ല ഇസ്ലാം. അത് അതിനേക്കാളും വലിയതല്ല. ഇപ്പം അദ്ദേഹം പറയുന്നത് ഈ 6-ാം നൂറ്റാണ്ട് എന്ന് യഥാർത്ഥത്തിൽ ഇസ്ലാം മത വിമർശകർ പറയുന്നത് തന്നെ തെറ്റാണ്. ഇസ്ലാം ശരിക്കും 6-ാം നൂറ്റാണ്ടെന്നല്ല, അതുക്കും മേലെ പഴക്കമുണ്ട് എന്നാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ആദം നബി തൊട്ട് തന്നെ പഴയതാണ്. അപ്പം പിന്നെ ഈ വലിയ വര ചെറിയ വര ഇവിടെ എങ്ങനെ സ്യൂട്ടാവും എന്നറിയില്ല, എങ്ങനെ ഫിറ്റ് ആവും എന്നറിയില്ല. എന്തായാലും ഇസ്ലാമിന്റെ ആശയം 6-ാം നൂറ്റാണ്ടല്ല, അതിക്കും ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട് എന്ന് പറഞ്ഞാൽ ആദം നബിയുടെ കാലം മുതലേ പഴക്കമുണ്ട് എന്ന് പറയാൻ ശ്രമിക്കുകയാണ്. ഉസ്താദ് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് അതിനെക്കുറിച്ച് 1-2 അഭിപ്രായങ്ങൾ പറയാനുണ്ട്. അത് ഞാൻ പറയട്ടെ. ആരാ ഇസ്ലാമിന്റെ സ്ഥാപകൻ? ആരാണ്? ഇസ്ലാം മതം ഉണ്ടാക്കിയത് ആരാ? മുഹമ്മദ് നബിയാണോ? അല്ല, പിന്നെ ആരാ? അള്ളയാണ്. അള്ള മനുഷ്യനെ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ മനുഷ്യൻ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിന് നിയമങ്ങൾ നൽകിയിട്ടുണ്ട്. അതിന്റെ പേരാണ് ഇസ്ലാം. ആരാണ് ഇസ്ലാമിന്റെ സ്ഥാപകൻ? മുഹമ്മദ് നബിയാണ്. മുഹമ്മദ് നബിയാണ് ഇസ്ലാം മതത്തെ സ്ഥാപിച്ചിട്ടുള്ള ആള്. ഇസ്ലാം മതം എന്ന ഒരു ആശയത്തിന് വിത്തുപാകിയ ആൾ മുഹമ്മദ് നബിയാണ്. അതല്ല എന്നതിന് അതിനു മുൻപുള്ള ഇസ്ലാമിന് യാതൊരു തെളിവും മുഹമ്മദ് പറഞ്ഞതല്ലാതെ ഇല്ല. അതാണ് ആമുഖമായിട്ട് പറഞ്ഞു വെക്കേണ്ടത്. ഇത് വിശ്വാസികളായിട്ടുള്ള കുട്ടികൾ ഈ ഉസ്താദിന്റെ മോട്ടിവേഷൻ കേട്ട് ആത്മാഭിമാനത്തോടു കൂടി ഇസ്ലാം എന്ന് പറയുന്നതിൽ, ഇസ്ലാം ആയതിൽ പ്രൗഡ് ടു ബി എ മുസ്ലിം എന്ന രീതിയിൽ ഇസ്ലാമിനെതിരെ വരുന്ന വിമർശനങ്ങളൊക്കെ ഇടിച്ചു തെറിപ്പിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി വെമ്പി നിൽക്കുന്ന പുതു രക്തത്തോട് ഞാൻ ചോദിക്കുകയാണ്, ഇസ്ലാം എന്ന് പറയുന്ന മതം സ്ഥാപിച്ചത് ആരാണ്? മുഹമ്മദാണ്. അത് മുഹമ്മദ് നബി സ്ഥാപിച്ചതല്ലെന്നും അതിനും മുൻപേ ഉള്ള മതമാണ് എന്നും പറയുന്നത് ശുദ്ധമായ അബദ്ധമാണ്. യാതൊരു തെളിവുമില്ലാത്തതാണ്. ഇസ്ലാം ആദം നബി മുതലേ ഉള്ള മതമാണ് എന്നതിനുള്ള ആകെ തെളിവ് ഇസ്ലാമിന്റെ സ്ഥാപകനായ മുഹമ്മദ് നബി ഇത് പണ്ടേക്കും പണ്ടേ ഉണ്ടായിരുന്നതാണ്, ഞാനിത് പൊടി തട്ടിയെടുത്ത് ബൈൻഡ് ചെയ്ത് വെക്കാൻ വന്ന ആളാണ് എന്ന് പറഞ്ഞ തള്ളു മാത്രമാണ്. അതല്ലാതെ മുഹമ്മദിന് മുൻപ് ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതത്തിനോ അള്ളാഹു എന്ന ഒരു ഏകദൈവത്തിനോ യാതൊരു തെളിവും അവശേഷിക്കുന്നില്ല. ഉണ്ടെങ്കിൽ ഉസ്താദുമാരോടൊക്കെ ചോദിച്ചിട്ട് പുതിയ കുട്ടികൾ അത് പറഞ്ഞു തന്നാൽ വളരെ ഉപകാരമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനിയും 6-ാം നൂറ്റാണ്ടിലെ മതം എന്ന് പറയണ്ടല്ലോ. ഇനി ആദം നബി മുതലാണെങ്കിൽ അത് ഏത് നൂറ്റാണ്ടായിരുന്നു എന്നും കൂടി ഒന്ന് ക്ലിപ്തപ്പെടുത്തി പറഞ്ഞാൽ കുറച്ചുകൂടി ഉചിതമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആദം നബിയും ഹവ്വാ ബിയും സ്വർഗ്ഗത്തുനിന്ന് ഭൂമിയിലേക്ക് വരുമ്പോൾ അവരോട് അള്ള പറയാണ്, നിങ്ങൾ ഭൂമിയിലേക്ക് പോകണം. ഭൂമിയിലേക്ക് പോകുമ്പോൾ അവിടെ നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കണമെന്ന് എൻ്റെ ഗൈഡ് ലൈൻ കിട്ടും, നിർദ്ദേശം കിട്ടും. അതുപോലെ നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ എന്താക്കേണ്ടതില്ല, പേടിക്കേണ്ട, ഭയപ്പെടേണ്ട. അപ്പോൾ ഇസ്ലാമിന്റെ പഴക്കം എന്ന് മുതലുള്ളതാണ്? പറഞ്ഞോളൂ. എന്ന് മുതൽ ഇസ്ലാം കേവലം 1400 കൊല്ലം മുമ്പാണോ? 6-ാം നൂറ്റാണ്ടിലുള്ളതാണോ? അല്ല, അതിനേക്കാൾ മുൻപ് മനുഷ്യന്റെ തുടക്കം മുതലേ ഉണ്ട്. അതിരിക്കട്ടെ, അതിരിക്കണ്ട. അങ്ങനെ ഒരു ഇസ്ലാം ഇല്ല. മുഹമ്മദ് നബി തുടങ്ങി വെച്ചതല്ലാത്ത ഒരു ഇസ്ലാം ലോകത്തില്ല. മുഹമ്മദ് നബിക്ക് മുൻപ് ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതം ലോകത്തില്ല. ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ മുഹമ്മദ് നബി പറഞ്ഞതായി എഴുതി വെച്ച കെട്ടുകഥകൾക്കപ്പുറത്ത് മറ്റു പല തോറാത്ത് ഉൾപ്പെടെയുള്ള മതഗ്രന്ഥങ്ങളെയൊക്കെ അവലംബിച്ച് മുഹമ്മദ് നബി എഴുതിയുണ്ടാക്കിയ കഥകൾക്ക് അറബി പേര് നൽകുകയും അവർക്കൊക്കെ പ്രവാചകത്വം കൽപ്പിക്കുകയും അവരുടെ പിന്തുടർച്ചക്കാരനാണ് താനെന്ന് അവകാശപ്പെട്ടുകൊണ്ട് എല്ലാ പഴയതിൻ്റെയും ഉടമസ്ഥാവകാശം അല്ലെങ്കിൽ അതിൻ്റെ പിന്നെന്താ പറയുക, അതിൻ്റെ പാരമ്പര്യം സ്വയം അവകാശപ്പെടുകയും ചെയ്യുക എന്ന തള്ളിനപ്പുറത്തേക്ക് അങ്ങനെ ഒരു മതമോ അങ്ങനെ ഒരു ആരാധനാക്രമമോ ഉണ്ടായിരുന്നതിന് യാതൊരു തെളിവും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇനി ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ശുക്കൂർ വരിക്കോടിനെ പോലെയുള്ള ആൾക്കാർ വരും. അതുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടെങ്കിൽ കൊണ്ടുവരും, നമുക്ക് പരിശോധിക്കാം. ഇതാണ് പറയാനുള്ളത്. ഇസ്ലാം മുഹമ്മദ് നബി തന്നെ ഉണ്ടാക്കിയ മതമാണ്. അപ്പൊ ഇവരുടെ അവകാശവാദം അനുസരിച്ച് ആദം നബിക്ക് അള്ള പുറത്തിറങ്ങിയപ്പം കിതാബ് കൊടുത്തു എന്നാണ്. അള്ളാഹു മൊത്തത്തിലെ കയ്യിൽ നിന്ന് പോയ ആളാണ്. അത് പോട്ടെ, ആദം നബി എങ്ങനെയാണ് സ്വർഗത്തുനിന്ന് ഭൂമിക്ക് പറഞ്ഞയച്ചത്, എന്തിനാണ് പറഞ്ഞയച്ചത്, എന്തുകൊണ്ടാണ് അതിന് സാഹചര്യം ഉണ്ടായത് എന്നൊക്കെ ഉള്ളത് വലിയ കഥകളാണ്. അതൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഇനി മുഹമ്മദ് നബി അല്ല ഇസ്ലാം സ്ഥാപിച്ചത് എന്ന ഇസ്ലാമിക അവകാശവാദം അനുസരിച്ച് പിന്നെ മുഹമ്മദ് നബി ചെയ്തത് എന്താണ് എന്നുകൂടി അദ്ദേഹം പറയും. പിന്നെ മുഹമ്മദ് നബി എന്താ ചെയ്ത്? 6-ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് നബി എന്താ ചെയ്ത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മതത്തെ പൂർത്തീകരിച്ചു.
ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ നൂഹ് നബിയുടെ, ഇബ്രാഹിം നബിയുടെ, ഇസ്മായിൽ നബിയുടെ, ഇസ്ഹാഖ് നബിയുടെ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇങ്ങനെ വിവിധ കാലങ്ങളിൽ വിവിധ ദേശങ്ങളിൽ വന്നിരിക്കുന്ന അനേകം പ്രവാചകന്മാർ കൊണ്ടുവന്നിരിക്കുന്ന മതത്തെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? അത് കംപ്ലീറ്റ് ചെയ്തു, പൂർത്തീകരിച്ചു. അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മതത്തിന്റെ സ്ഥാപകനല്ല, നേരെ മറിച്ച് ഒരു മതത്തിന്റെ സമ്പൂർത്തീകരണം ഉണ്ടാക്കിയിരിക്കുന്ന, അതിന്റെ പൂർത്തീകരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായി. ശരി. അപ്പോൾ മുഹമ്മദ് നബി ഒരു മതത്തിന്റെ സ്ഥാപകനല്ല, ഒരു ജനതയുടെ അല്ലെങ്കിൽ ഒരു ജനതയുടെ സംസ്കാരത്തിന്റെ അന്തകനായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ഒരു അർത്ഥത്തിൽ പറയാം. പക്ഷെ ഇവരുടെ അവകാശവാദം അനുസരിച്ച് തുടർച്ചയായിട്ട് പല ഘട്ടങ്ങളിലായി പല ദേശങ്ങളിലായി ചിതറിക്കടന്ന ഇസ്ലാം എന്ന് പറയുന്ന ആശയത്തെ ക്രോഡീകരിച്ച് സമ്പൂർത്തീകരിച്ച് ഒരു അവസാനത്തെ കിതാബും കൊണ്ടുവന്ന അന്ത്യപ്രവാചകനാണ് എന്നാണ്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ വാദം കാര്യം ഒന്നുകൂടി ആവർത്തിക്കുന്നു. മുഹമ്മദ് നബി തുടങ്ങുകയും മുഹമ്മദ് നബി പൂർത്തിയാക്കുകയും ചെയ്ത ഒരു മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. മുഹമ്മദ് നബി പൂർത്തിയാക്കി എന്ന് പറയുന്നതിലാണ് ചില പ്രശ്നങ്ങളുള്ളത്. കാരണം മുഹമ്മദ് നബി പൂർത്തിയാക്കാതെ വിട്ടുപോയതിനെ പിന്നീട് മുസ്ലിം സമൂഹം പൂർത്തീകരിക്കാൻ വേണ്ടി കണ്ടെത്തിയ ഉപായങ്ങളിലുണ്ടായ പ്രശ്നങ്ങളാണ് ഇസ്ലാമിക ലോകം ഇന്ന് അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുടെ കാരണം എന്നുകൂടി നമ്മൾ ഈ അർത്ഥത്തിൽ ഈ സമയത്ത് ഓർത്തു പോകുന്നത് നന്നായിരിക്കും. ഇനി അപ്പം നമ്മൾ ഇസ്ലാമിൻ്റെ സ്ഥാപകം, ഇസ്ലാമിൻ്റെ പഴക്കം എന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇനി എന്തായാലും ഇദ്ദേഹം ഇസ്ലാം മത വിമർശനം നടത്തുന്ന ആളുകളുടെ വിമർശനത്തിലേക്ക് വരികയാണ്. ഇസ്ലാമിൻ്റെ 6-ാം നൂറ്റാണ്ടിലെ പഴക്കം എന്ന് പറഞ്ഞാൽ വലിയ വര ചെറിയ വരയുടെ ആദ്യപടി ഇത് കണ്ടോളി. ഇസ്ലാം പഴഞ്ചനാണ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ആശയം എത്ര പഴയതാണ് എന്നാണ് ചോദ്യം. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞിരിക്കുന്ന വിഷയത്തിലേക്ക് പോകാം. ഇവർ പറഞ്ഞു നമ്മുടെ മതം പഴഞ്ചനാണ്, അല്ലെ? പഴഞ്ചൻ, 6-ാം നൂറ്റാണ്ടിലെ മതം. എന്നാൽ നമുക്ക് യുക്തിവാദത്തിന്റെ ആശയങ്ങൾക്ക് എത്ര പഴക്കമുണ്ട് നോക്കാം. യുക്തിവാദത്തിന്റെ ഒരു ആശയം പറയൂ. എന്താ യുക്തിവാദത്തിന്റെ ആശയം? നിരീശ്വരവാദികളുടെ ആശയം ദൈവം ഉണ്ട് എന്നാണോ ഇല്ല എന്നാണോ? നിരീശ്വരവാദികൾ പറയുന്നത് ദൈവം ഉണ്ട് എന്നാണോ ഇല്ല എന്നാണോ? ഇല്ല. നമ്മൾ ദൈവം ഉണ്ട് എന്ന ആശയം പറയുമ്പോൾ അവർ ദൈവം ഇല്ല എന്ന ആശയം പറയുന്നു. ചോദിക്കട്ടെ, ഈ ദൈവം ഇല്ല എന്ന ആശയത്തിന് എത്ര കാലത്തെ പഴക്കമുണ്ട്? മനുഷ്യൻ ആധുനികനായി ജീവിക്കണമെങ്കിൽ ആധുനിക ആശയങ്ങൾ വേണമെന്നല്ലേ പറയുന്നത്. എന്നാൽ ദൈവം ഇല്ല എന്ന് ഇവർ പ്രചരിപ്പിക്കുന്ന ഈ ആശയം അത് ആധുനികമാണോ അല്ലെങ്കിൽ ആദിമമാണോ? ഒരു 1-1.5 ചോദ്യം അല്ലേ? നിങ്ങളൊക്കെ ഉത്തരം മുട്ടിയിട്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് ഉത്തരം അറിയെങ്കിൽ പറയും എത്ര വർഷത്തെ പഴക്കമുണ്ട്. ഇസ്ലാമും യുക്തിവാദവും അല്ലെങ്കിൽ ഇസ്ലാമും ഇസ്ലാമിനെതിരെയുള്ള വിമർശനവും തമ്മിലുള്ള വലിയ വ്യത്യാസം എന്ന് വെച്ചാൽ ഇസ്ലാം ദൈവമുണ്ട് എന്ന് പറയുന്നു, ഇസ്ലാമിനെ വിമർശിക്കുന്നവർ ദൈവമില്ല എന്ന് പറയുന്നു എന്ന് ചുരുക്കി കാണിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നു. അത് തന്നെ തെറ്റ്. യുക്തിവാദം എന്ന് പറഞ്ഞാൽ ദൈവമില്ല എന്ന് പറയലാണ് എന്ന് പറയുന്നു, അതും തെറ്റ്. അത് പോട്ടെ. ഇനി ഇദ്ദേഹം ഇസ്ലാമിന്റെ കാലപ്പഴക്കത്തെക്കുറിച്ച് നമ്മൾ പറയുന്ന വിമർശനം ഇസ്ലാം പഴയതാണ് എന്നതുകൊണ്ടല്ല, ആ വർഷം പഴക്കമുണ്ട് എന്നതല്ല അതിന്റെ പ്രശ്നം. ആ കാലഘട്ടത്തിൽ ഉണ്ടതാണ് അല്ലെങ്കിൽ ഏറ്റവും പഴയതാണെങ്കിൽ പോലും അത് ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളത്, അതാണ് ഇസ്ലാമിനെതിരെയുള്ള വിമർശനം. അതുകൊണ്ടാണ് 6-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നത് എങ്ങനെയാണോ അങ്ങനെ മനുഷ്യർ ജീവിക്കണം എന്ന ആശയം കൊണ്ടുവരുമ്പോഴാണ് 6-ാം നൂറ്റാണ്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നു എന്ന വിമർശനം ഇസ്ലാം കേൾക്കുന്നത്. അതല്ലാതെ ഇസ്ലാം ഉത്ഭവിച്ച കാലഘട്ടം 6-ാം നൂറ്റാണ്ടായിരുന്നു എന്നതുകൊണ്ട് മാത്രം ഇസ്ലാമിന് 6-ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞാലും പരിഹസിക്കുന്നതായിട്ട് എനിക്കറിയില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരോട് ചോദിക്കാം. ഇസ്ലാം 6-ാം നൂറ്റാണ്ടിൽ രൂപീകരിക്കുമ്പോൾ ഉണ്ടായിരുന്ന നന്മയും തിന്മയും സങ്കല്പങ്ങൾ, അവിടുത്തെ രാഷ്ട്രീയ സംവിധാനങ്ങൾ, വ്യക്തി നിയമങ്ങൾ, സാമൂഹ്യ നിയമങ്ങൾ, ഗോത്ര നിയമങ്ങൾ ഒക്കെ ലോകത്തിലേക്ക് എല്ലാ കാലത്തേക്കും എല്ലാ ജനതയ്ക്കും ഏറ്റവും മികച്ചതാണെന്നും അതിനേക്കാൾ മികച്ചതൊന്നില്ല എന്നും അവകാശപ്പെടുമ്പോഴാണ് ഈ 6-ാം നൂറ്റാണ്ട് ചർച്ചയാവുന്നത് എന്ന് ഉസ്താദ് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് മനസ്സിലാകണം. പിന്നെ ദൈവമുണ്ട് എന്ന് ആദ്യം പറഞ്ഞത് ഇസ്ലാം ഒന്നല്ലല്ലോ. ദൈവവിശ്വാസം എന്ന് പറയുന്ന ഒരു പ്രതിഭാസവുമായിട്ട് ആളുകൾ വരുമ്പോൾ, ദൈവത്തെ പരിചയപ്പെടുത്താൻ വേണ്ടി ദൈവത്തിന്റെ പ്രവാചകന്മാർ വരുമ്പോൾ, ദൈവം നേരിട്ട് എവിടെ പ്രത്യക്ഷപ്പെട്ടതായിട്ട് എവിടെയും നമുക്ക് ഇതുവരെ അറിവില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ദൈവമല്ല ദൈവികമാണ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരുന്ന ആശയങ്ങളോട് അത് കൊണ്ടുവരപ്പെട്ട സമൂഹം അതിന് തെളിവ് ചോദിച്ചിട്ടുണ്ടാവും. അത് ഏറ്റവും പഴയ കാലം തൊട്ടേ ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് ദൈവമുണ്ടെന്നും ദൈവത്തിന്റെ ആളാണ് ഞാനെന്നും ഞാൻ തന്നെ ദൈവമാണെന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ അവർ സംശയം ചോദിക്കുകയും തെളിവ് ചോദിക്കുകയും ആ ദൈവത്തെയോ ദൈവികമായ അവതാരങ്ങളെയോ ഒക്കെ നിരാകരിക്കുകയും ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ദൈവമില്ല എന്ന് പറയുന്ന ആശയത്തിന് എത്ര കാലം പഴക്കമുണ്ടാവും? ദൈവമുണ്ട് എന്നൊരു ആശയം ഉണ്ടായ കാലത്തോളം പഴക്കമുണ്ടാവും. അങ്ങനെ എടുക്കാം. അപ്പൊ ഇവിടെ അദ്ദേഹം പറയുന്നത് വെച്ചാൽ 1400 കൊല്ലം എന്ന് പറയുന്നതിനേക്കാളും പഴക്കമുണ്ട് ദൈവമില്ല എന്ന് പറയുന്ന ആശയത്തിന്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇസ്ലാം പഴഞ്ചനാണ് എന്ന് പറയാൻ അവകാശമില്ല. വലിയ വര ചെറിയ വര, അതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ യുക്തിവാദികൾ പല പ്രഭാഷണം കേട്ട് നമുക്ക് മനസ്സിലാവും, ദൈവം ഉണ്ടായിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഞങ്ങൾ നേരെ കണ്ടിട്ടില്ല, ഞങ്ങൾ കണ്ടാലേ വിശ്വസിക്കുകയുള്ളൂ എന്നാണ് ഇന്നത്തെ യുക്തിവാദികൾ പറയുന്നത്. ഇതേ കാര്യം തന്നെയാണ് ആര് പറഞ്ഞത്? പണ്ട് മൂസാ നബിന്റെ കാലം എന്ന് പറഞ്ഞാൽ AD കഴിഞ്ഞ് BC കേട്ടോ, 6-ാം നൂറ്റാണ്ടിന്റെയും അപ്പുറമാണ്. സ്വാഭാവികം. ദൈവത്തിന്റെ ആളാണെന്നും പറഞ്ഞു വരുന്ന ആൾക്കാരോടൊക്കെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടാവും എന്താ തെളിവ്, എവിടെ ദൈവം? എന്നിട്ട് അതിന് അദ്ദേഹം തെളിവ് തരാം കേട്ടോ. തെളിവ് കേട്ടോളി.
ഈ തെളിവുകളൊക്കെ ഏത് നൂറ്റാണ്ടിലുള്ളതെന്ന് നമുക്കൊന്നുകൂടി പരിശോധിക്കുകയും ചെയ്യാം. ആ കാലഘട്ടത്തിൽ ആളുകൾ പറഞ്ഞു, ലൻ നുഅ്മിന ലക ഹത്താ നറല്ലാഹ ജഹറ. മൂസേ, നിന്നിൽ ഞങ്ങൾ വിശ്വസിക്കൂല, ദൈവത്തെ അള്ളാഹുവിന് നേർക്ക് നേരെ കാണാത്ത കാലത്തോളം ഞങ്ങൾ വിശ്വസിക്കൂല. നോട്ട് ദ പോയിന്റ്. എന്താ പറഞ്ഞത്? മൂസ, നിന്നിൽ ഞങ്ങൾ വിശ്വസിക്കില്ല, ദൈവത്തെ ഞങ്ങൾ നേരിട്ട് കാണാത്ത കാലത്തോളം എന്ന് പറഞ്ഞാൽ അവർ ദൈവത്തെ അല്ല നിഷേധിച്ചത് എന്ന് മനസ്സിലാക്കുക. അവർ ദൈവനിഷേധികളായിരുന്നില്ല. മൂസ സംബോധന ചെയ്ത അല്ലെങ്കിൽ പ്രബോധനം നടത്തിയ മൂസയുടെ പ്രബോധിതർ എന്ന് പറയുന്നത് ദൈവ നിഷേധികളായിരുന്നില്ല. അത് ഇദ്ദേഹം വെറുതെ ഒരു രസത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഈ ആശയം ഇവിടെ എന്താ പറയാ കുത്തിക്കളിക്കാൻ വേണ്ടി കളവ് പറയുന്നതാണ്. മൂസയോട് പറഞ്ഞത് മൂസ ദൈവത്തിന്റെ ആളാണ് എന്ന് പറഞ്ഞു വന്നു എന്ന് പറഞ്ഞപ്പോൾ അതിന് തെളിവ് ചോദിച്ചതാണ്, അല്ലാതെ മൂസയുടെ പ്രവാചകത്വത്തിനാണ് തെളിവ് ചോദിച്ചത്. നിങ്ങൾക്കറിയോ, എന്നെങ്കിലും ഒരിക്കൽ ഏതെങ്കിലും ഒരാള് അവരുടെ പ്രവാചകന്റെ പ്രവാചകത്വത്തിന് ദൈവികതയ്ക്ക് തെളിവ് ചോദിച്ചിട്ട് അതിന് കൃത്യമായി തെളിവ് കൊടുത്ത ഒരു സംഭവം നിങ്ങൾക്ക് ചരിത്രത്തിൽ നിന്ന് പറയാൻ പറ്റുമോ? ഒരു സംഭവമില്ല. എന്തിനങ്ങോട്ട് പോകണം? മുഹമ്മദ് നബിയുടെ കാലത്ത് മുഹമ്മദ് നബിയോട് മുഹമ്മദ് നബിയുടെ പ്രബോധിതർ പറഞ്ഞത് എന്താണ്? മുഹമ്മദ് നബി പ്രബോധനം നടത്തിയ സമൂഹം അവരോട് ചോദിച്ചത് എന്താണ്? മുഹമ്മദിനോട് ചോദിച്ചത്, അള്ളാഹിലൊക്കെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് മുഹമ്മദെ, പക്ഷെ നീ അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഇതാ പറഞ്ഞത്. അവിടെ ദൈവനിഷേധം എന്നൊരു സങ്കല്പമല്ല, ദൈവനിഷേധികളല്ല ഇസ്ലാമിനെയും ഇസ്ലാമിന്റെ പ്രവാചകന്മാരെയും നിരാകരിച്ചത്. അവർ മൂസയെയാണ് നിരാകരിക്കുന്നത്. കാരണം മൂസ പറയുന്നത് സത്യമാണ് എന്ന് പ്രൂവ് ചെയ്യാൻ മൂസക്ക് കഴിയണമായിരുന്നു. അതാണ് നിരാകരണം. അതിനെങ്ങനെയാണ് ദൈവനിഷേധമായിട്ട് നിങ്ങൾക്ക് ചിത്രീകരിക്കാൻ കഴിയുക? മുന്നോട്ട് പോവാം. അപ്പൊ നിങ്ങൾ മതം വിടൂ, ഞങ്ങൾക്ക് പുതിയ ആശയമുണ്ടെന്ന് പറഞ്ഞാൽ അവരെ കയ്യിലും എന്തില്ല? ഒരു പുതിയ ആശയവും ഇല്ല എന്ന് നമ്മൾ ബോധ്യപ്പെടുത്താൻ കഴിയണം. കാരണം ദൈവം ഇല്ല എന്ന് പറയുന്ന ആശയം അത് പുതിയ ആശയമല്ല, വളരെ പഴക്കം ചെന്ന ആശയമാണ്. ആ ആശയത്തിലേക്കാണ് ഇവർ വിളിക്കുന്നത്. ഒന്ന്, ഒരു വലിയ വര ചെറിയ വര, മനസ്സിലായില്ലേ? ഇസ്ലാം പഴഞ്ചനാണെന്ന് നിങ്ങൾ ആരും പറയരുത്. കാരണം ഇസ്ലാം എന്ന് പറഞ്ഞാൽ ദൈവം ഉണ്ട് എന്നുള്ള ആശയമാണ്. ദൈവം ഇല്ല എന്ന് പറയുന്ന ആശയം ഈ 1400 കൊല്ലത്തേക്കോളം പഴക്കമുള്ള ആശയമാണ്. അതുകൊണ്ട് ഇസ്ലാം പഴഞ്ചനാണ് എന്ന് പറയാനുള്ള ധാർമ്മികമായ അവകാശം ദൈവനിഷേധികളായ ആളുകൾക്കില്ല. സംഗതി ക്ലിയർ ആണല്ലോ അല്ലെ? അടുത്തത് ഇനിയുണ്ട് തെളിവ്. രണ്ടാമത്തെ ആശയം എന്താണ്? മതവിശ്വാസികൾ പറയുന്നു പരലോകമുണ്ട് എന്ന്. പരലോകമുണ്ട് എന്ന് നമ്മുടെ ആശയമാണ് അല്ലെ, ഐഡിയോളജിയാണ്. എന്നാൽ യുക്തിവാദികൾ നിരീശ്വരവാദികൾ എന്ന് പറയുന്നു, ഇന്നത്തെ നിരീശ്വരവാദികൾ എന്ന് പറയുന്നു പരലോകം ഉണ്ട് എന്നോ ഇല്ലാന്നോ? ഇല്ല, മരണത്തോടുകൂടെ എല്ലാം അവസാനിച്ചു. ഈ പറയുന്ന ആശയത്തിന് എത്ര കാലത്തെ പഴക്കമുണ്ട്? ഈ കാലഘട്ടത്തിൽ യുക്തിവാദികൾ കണ്ടുപിടിച്ചതാണോ? അല്ല. 6-ാം നൂറ്റാണ്ടിലെ പഴഞ്ചൻ ആശയമാണ് നമ്മുടെ ആശയം എന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന ആളുകൾ അവർ കൊണ്ടു നടക്കുന്ന ആശയത്തിനും അതേ പഴഞ്ചൻ കാലഘട്ടത്തിന്റെ പിന്തുണയാണ് ഉള്ളത് എന്ന് പറയാൻ കഴിയണം. നോക്കൂ, ഇതും പരലോകം എന്ന് പറയുന്ന സ്വർഗനരകം എന്ന് പറയുന്ന ഈ സങ്കല്പത്തെ നിരാകരിച്ചതും ദൈവവിശ്വാസികളാണ്. ദൈവത്തെ വിളിച്ചു പ്രാർത്ഥിക്കുകയും ദൈവത്തിന് ആരാധനകൾ അർപ്പിക്കുകയും ചെയ്തിരുന്ന സമൂഹമാണ് മുഹമ്മദ് നബിയോട് എന്ത് പറഞ്ഞത്? പരലോകത്ത് മുഹമ്മദ് നബി പറയും പ്രകാരമുള്ള പരലോകത്തെ നിരാകരിച്ചത്. ഇദ്ദേഹം പറയട്ടെ, വിശദീകരിക്കട്ടെ. നമ്മൾ ഇവിടെ ജീവിക്കുന്നു, ഇവിടെ മരിക്കുന്നു എന്നല്ലാതെ പുനർജീവിതം നമുക്ക് ഇല്ല എന്നാണ് അന്നത്തെ യുക്തിവാദികൾ പറഞ്ഞത്, ഇന്നത്തെ യുക്തിവാദികൾ പറയുന്നത്. ഇത് ഖുർആനിലായത്താണ്. ഖുർആൻ 1400 കൊല്ലം മുമ്പല്ലേ ഇത് പറഞ്ഞത്. അപ്പൊ 1400 കൊല്ലം മുമ്പേ ഈ ആശയമുള്ള ആളുകൾ ഉണ്ടായത് കൊണ്ടല്ലേ പറയേണ്ടി വരുന്നത്. ശരി, അപ്പൊ പരലോകമില്ല എന്ന യുക്തിവാദിയുടെ ആശയം ഇന്ന് ഏതെങ്കിലും ഒരു സയൻസിൽ ലാബിൽ പോയി കണ്ടുപിടിച്ച് ശാസ്ത്രീയമായി തെളിയിച്ച് പറയുന്നല്ല, ഇവർ പണ്ടും ആരോപിച്ചിരിക്കുന്ന ഒരു ആരോപണമാണ്. ഇവിടെ നോക്കൂ, പരലോകമില്ല എന്നത് അന്നത്തെ യുക്തിവാദികൾ എന്ന് ഇദ്ദേഹം കളവ് പറയും. മുഹമ്മദ് നബി പറയും പോലെയുള്ള ഒരു പരലോക ജീവിതം, സ്വർഗ നരകത്തെക്കുറിച്ച് തെളിവ് വെക്കാൻ മുഹമ്മദ് നബിയോട് ആവശ്യപ്പെടുന്നു. അത്രേ ഉള്ളൂ. അവർ ദൈവവിശ്വാസികളായിരുന്നു. അവർ ദൈവത്തെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരായിരുന്നു. അപ്പം മുഹമ്മദിന്റെ പ്രവാചകത്വത്തിനും മുഹമ്മദ് നബിയുടെ അവകാശവാദങ്ങൾക്ക് തെളിവ് ചോദിച്ചവരെല്ലാവരെയും നിരീശ്വരവാദികളാക്കി ഇന്നത്തെ കാലത്തെ ഇസ്ലാമിനെതിരെ വിമർശനം നടത്തുന്നവരൊക്കെ ആ കാലഘട്ടത്ത് പറഞ്ഞിരുന്ന അതേ ആശയമാണ് പറയുന്നത് എന്നതുകൊണ്ട് ഇസ്ലാം മികച്ചതാണ് എന്ന് പറയാൻ ശ്രമിക്കുകയാണ് ഇദ്ദേഹം ചെയ്യുന്നത്. വലിയ വര ചെറിയ വര, ഇതുകൊണ്ടൊന്നും കാര്യമില്ല എന്നുള്ളതാണ്. പരലോകത്തെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച് നിരീശ്വരവാദികൾ ഇന്ന് പറയുന്ന ആശയം ശാസ്ത്രീയമായിട്ട് കണ്ടെത്തിയതല്ല എന്നാണ് ഇദ്ദേഹത്തിന് വേറൊരു അവകാശവാദം. അന്നും ഇന്നും സാമാന്യ ബോധമുള്ളവർ ഒരാൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഞാൻ ഇന്നോടത്തുനിന്ന് വരികയാണ്, ഞാൻ ഇന്നയാൾ പറഞ്ഞയച്ചിട്ട് വരികയാണ്, നിങ്ങൾ ഇന്ന അനുസരിക്കണം, നിങ്ങൾ എനിക്ക് വഴിപ്പെടണം, എൻ്റെ അടുത്ത് ഇന്ന കഥകളുണ്ട് എന്ന് പറയുമ്പോൾ അതിന് തെളിവ് ചോദിക്കും. അപ്പൊ പരലോകമുണ്ട്, നരകമുണ്ട്, സ്വർഗമുണ്ട് എന്നൊക്കെ പറയുന്നവർ അത് ബോധ്യപ്പെടുന്ന തരത്തിൽ പറഞ്ഞ് അവതരിപ്പിച്ച് ആളുകളെ വിശ്വസിപ്പിക്കുക എന്നതാണ് ചെയ്യേണ്ട കാര്യം. അതല്ലാതെ അത് കൊണ്ടുവന്ന് അവതരിപ്പിക്കുമ്പോൾ അതിൽ സംശയം ചോദിക്കുന്നവരൊക്കെ നിഷേധികളായി ചിത്രീകരിച്ച് അന്നേ ആളുകൾ നിഷേധിച്ചിട്ടുണ്ട്, അത് തന്നെയാണ് ഇപ്പോൾ ഉള്ളവരും ചെയ്യുന്നത് എന്ന് പറയുന്ന ലോജിക്ക് വളരെ ബാലിശമാണ്. എന്ന് മാത്രമല്ല, അന്ന് മുതൽ ഇന്ന് വരെ അതിന് തെളിവ് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്ന ദുരന്തം കൂടിയാണ് നിങ്ങളിവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്.
അപ്പൊ ഇസ്ലാമാണ് 6-ാം നൂറ്റാണ്ടിലെ പഴഞ്ചൻ ആശയം എന്ന് പറഞ്ഞ് വിമർശിക്കുമ്പോൾ നമുക്ക് അവിടെ ചോദിക്കാണ്ട്, അല്ല നിങ്ങളെ കയ്യിലുള്ള ആശയത്തിന് എത്ര കാലത്തെ പഴക്കമുണ്ട് ഒന്ന് പറഞ്ഞാട്ടെ. എന്നിട്ടൊന്ന് ദൈവവിശ്വാസം പറയുക, രണ്ടാമത്തത് പരലോകത്തെ പറ്റി പറയാം. ഇനി ഇവിടെ ഇതിലുള്ള ഒരു വലിയ അപകടം എന്താണെന്ന് വെച്ചാൽ, ഇസ്ലാമും അല്ലെങ്കിൽ ഇസ്ലാം മത വിമർശനവും അല്ലെങ്കിൽ മതരഹിതരായി ജീവിക്കുന്നവരും തമ്മിലുള്ള ഏറ്റവും വലിയ പ്രശ്നം ദൈവമുണ്ട് ദൈവമില്ല എന്നതിലേക്ക് ചുരുക്കാൻ ഇവർ ശ്രമിക്കുകയാണ്. ദൈവമുണ്ട് ദൈവമല്ല, പരലോകമുണ്ട് പരലോകമില്ല, മരിച്ചാൽ ജീവിക്കൂല, ഖബറുണ്ട് ഖബറില്ല, ഇതൊന്നും അല്ല. എന്തുകൊണ്ട് ഇത് പഴഞ്ചൻ ആശയമാണ്, ഇതിന്റെ കാലപ്പഴക്കം പറയുകയൊക്കെ ചെയ്യുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, ഇസ്ലാമിന്റെ അവകാശവാദം അനുസരിച്ച് 6-ാം നൂറ്റാണ്ടിൽ അവസാനത്തിൽ തുടങ്ങി 7-ാം നൂറ്റാണ്ടിന്റെ ആദ്യപാദത്തിൽ പിന്നെ ആദ്യത്തെ 10-12 വർഷത്തിനുള്ളിൽ അവസാനിച്ച ഒരു പ്രത്യയശാസ്ത്രമാണ് ലോകത്തിന് വരാനിരിക്കുന്ന സകല കാലഘട്ടത്തിലേക്കും സകല ജനതയ്ക്കും വേണ്ടി സ്വീകരിക്കാവുന്ന ഏറ്റവും മികച്ച മാതൃക, ജീവിത പദ്ധതി, ധാർമ്മിക പദ്ധതി, രാഷ്ട്രീയ പദ്ധതി, സാമൂഹ്യ നിയമം, വ്യക്തി നിയമം എന്ന് തള്ളുകയും 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന മനുഷ്യരെ ആ കാലഘട്ടത്തിൽ മനുഷ്യർ എങ്ങനെയാണോ ജീവിച്ചിരുന്നത് ആ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുപോകണം എന്ന് വാശി പിടിക്കുകയും അതിനുവേണ്ടി ഇവിടുത്തെ പാവപ്പെട്ട ചെറിയ കുട്ടികളുടെ തലച്ചോറ് കലക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രത്യയശാസ്ത്രത്തെയാണ് നമ്മൾ വിമർശിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇസ്ലാം ഉത്ഭവിച്ചത് 6-ാം നൂറ്റാണ്ടായി എന്നതുകൊണ്ടല്ല. അത് കാലികമായി മനുഷ്യന്റെ പുരോഗതിക്കനുസരിച്ച്, മനുഷ്യന്റെ അറിവിനനുസരിച്ച് പരുവപ്പെട്ട് മനുഷ്യന്റെ ധാർമ്മികതയ്ക്കനുസരിച്ച് മാറി മുന്നോട്ട് പോവുകയല്ല ചെയ്യുന്നത്. അതിന് പകരം അങ്ങനെ മാറാൻ ശ്രമിക്കുന്ന മനുഷ്യരെ തിരിച്ച് പഴയ നൂറ്റാണ്ടിലേക്ക് പിടിച്ചു വലിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഇസ്ലാം ഈ വിമർശനം ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ വിമർശിക്കുന്ന വിമർശനത്തിന്റെ ആശയത്തിന് അത് എപ്പോഴും നിത്യനൂതനമായിരിക്കും. കാരണം ഇസ്ലാമിനെതിരെ അറബികളുടെ ആരോപണമല്ല നമ്മളുടെ ആരോപണം. ഇസ്ലാമിൽ മുഹമ്മദ് നബിയുടെ കാലഘട്ടത്ത് അടിമത്തം എന്ന് പറയുന്ന സമ്പ്രദായം അത് ദൈവികമായ ഒരു ദർശനത്തിൽ ഉണ്ടാവാൻ പാടില്ലാത്തതാണ് എന്നൊരു വിമർശനം ഇസ്ലാമിന് പുറത്താരും ഉന്നയിച്ചിട്ടില്ല. കാരണം അന്നത്തെ ലോകത്തിന്റെ അറിവും ക്രമവും അനുസരിച്ചിട്ട് അടിമത്തം അല്ലെങ്കിൽ സ്ലേവറി എന്ന് പറയുന്നത് നിലവിലുണ്ടായിരുന്നു. അപ്പൊ അതൊരു തിന്മയാണെന്ന് തിരിച്ചറിയാത്തൊരു ജനത ഇസ്ലാമിന് ആ പേര് പറഞ്ഞ് വിമർശിക്കൂല. എം എം അക്ബറിനെ പോലെയുള്ള ആളുകൾ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ആയിഷ കല്യാണം, ആയിഷയ്ക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, ആയിഷാന്റെ വാപ്പാക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഉണ്ടാവില്ല, കാരണം കാലഘട്ടം അതാണ്. എന്നാൽ ആ ആയിഷ കല്യാണത്തെ മുൻനിർത്തിയിട്ട് ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും ശൈശവ വിവാഹവും ബാലവിവാഹവും അനുവദനീയമാക്കി വെക്കുന്ന ഒരു നിയമം ഉണ്ടാക്കാൻ വേണ്ടി ആയിഷ കല്യാണം തെളിവായി എഴുതി വെക്കുകയും അതിനനുസൃതമായി സാമൂഹ്യ നിയമങ്ങൾ രൂപീകരിക്കുകയും ചെയ്യുകയും എന്നിട്ട് അതാണ് ഏറ്റവും മികച്ചത് എന്ന് അവകാശപ്പെടുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് 6-ാം നൂറ്റാണ്ടിന്റെ പഴഞ്ചൻ ഏർപ്പാടാണെന്നും അതിനുശേഷം മനുഷ്യരാർജിച്ച അറിവും ധാർമ്മികതയും ഇതിൽ ഉൾച്ചേർത്തിട്ടില്ല എന്ന് പറയുകയും ആ ധാർമ്മികത പകരം വെക്കേണ്ടതും പരുവപ്പെടുത്തേണ്ടതും അത് പരിഷ്കരിക്കേണ്ടതും മനുഷ്യന്റെ സുഗമമായ ജീവിതത്തിന്, ഈ മുസ്ലിങ്ങൾക്ക് തന്നെയുള്ള സ്വസ്ഥമായ ജീവിതത്തിന് ആവശ്യമാണ് എന്ന് പറയുകയും ചെയ്യുന്നു. അതാണ് ഇസ്ലാമിനെതിരെയുള്ള വിമർശനം. അതുകൊണ്ട് വിമർശനങ്ങൾ എപ്പോഴും, ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങൾ നിത്യനൂതനമായിരിക്കും. നമ്മൾ ഇന്ന് പറയുന്നതിനേക്കാൾ കടുത്ത വിമർശനം ഇതേ ആശയമാണ് ലോകാവസാനം വരേക്കും ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഒരു 100 വർഷം മുന്നോട്ട് പോയാൽ അന്ന് നിങ്ങൾ കേൾക്കേണ്ടി വരും. അന്ന് നമ്മൾ പറയുന്ന ആശയം ആയിരിക്കില്ല പുതിയ തലമുറയിലെ കുട്ടികൾ പറയുക. അപ്പൊ അതുകൊണ്ട് വിമർശനങ്ങൾ നിത്യനൂതനമായിരിക്കും. കാരണം വിമർശകർ എന്ന് പറയുന്നത് കാലികമായിട്ട് ഇതിൽ പരിഷ്കരണം ആവശ്യമുണ്ട് എന്ന് പറയുന്ന ഇതിന്റെ ഈ ഒരു പ്രാകൃതമായ ഈ ഒരു നിയമത്തെ പുൽകണം, എല്ലാവരും അതിലേക്ക് തിരിച്ചു പോകണം എന്ന റിഗ്രസീവ് ആയിട്ടുള്ള വാദത്തെ നിരാകരിക്കുകയും അതിനെ എതിർക്കുകയും ചെയ്യുന്ന പ്രവർത്തനമാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു പഴയ സാധനം വെച്ചുകൊണ്ട് അതിന്റെ മികവ് പറയുമ്പോൾ അതിന്റെ വിമർശനം പുരോഗമിച്ചുകൊണ്ടേയിരിക്കും. അതിൽ പുതിയ പുതിയ വിമർശനങ്ങൾ കേട്ടുകൊണ്ടിരിക്കും. അതിന് കാലപ്പഴക്കം കൂടിക്കൊണ്ടിരിക്കും നിങ്ങളുടെ വസ്തുവിന്. അതുകൊണ്ട് തന്നെ വിമർശനങ്ങൾ ശക്തിയാർജിച്ചു വരും, നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരും. ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കൂ, നിങ്ങൾ പറയുന്ന ഈ 6-ാം നൂറ്റാണ്ടിലെ ഇസ്ലാം ഒന്നും അഫ്ഗാനിസ്ഥാനിലെ ഏതെങ്കിലും വില്ലേജിലോ ഇറാനിലെ ഏതെങ്കിലും മത പോലീസിന്റെ കീഴിലോ ISIS പോലെയുള്ള സംഘടനകൾക്ക് ഭരണമുള്ള ഏതെങ്കിലും റിമോട്ട് വില്ലേജിലോ മാത്രമേ ഉള്ളൂ. ബാക്കി ലോകത്ത് മുസ്ലിം സമുദായം ഇസ്ലാം എന്ന് പറയുന്ന 6-ാം നൂറ്റാണ്ടിലെ സാർവകാലികമായ ആ നിയമത്തെയൊക്കെ വലിച്ചെറിഞ്ഞ് പുതിയ കാലത്തിന്റെ നിയമത്തിനൊപ്പം ഇസ്ലാമിന്റെ ചില വേഷവിധാനങ്ങൾ മാത്രം മുകളിൽ പുതച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ആ നൂറ്റാണ്ടിൽ ഉണ്ടാക്കി വെച്ച ആ നിയമം കൊണ്ടാണോ മനുഷ്യർ ജീവിക്കുന്നത്? അല്ല. ഈ വയല് പറയുന്ന ഉസ്താദ് ഇസ്ലാമിക നിയമങ്ങളാണോ പുൽകുന്നത്? അല്ല. ആൾ ഈ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടില് നിലനിൽക്കുന്ന ജനാധിപത്യ മതനിരപേക്ഷ ഭരണഘടനയുടെ കീഴിൽ ഒരു പൗരനായി ജീവിക്കുമ്പോൾ അദ്ദേഹം പാലിക്കേണ്ട നിയമങ്ങൾക്കാണ് അദ്ദേഹം കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അങ്ങനെയാണ് അദ്ദേഹത്തിന് ജീവിക്കാൻ കഴിയുള്ളൂ. പക്ഷേ സ്വപ്നം പഴയതാണ്. അദ്ദേഹത്തിന്റെ വേഷഭൂഷാദികൾ മുഴുവൻ, അദ്ദേഹം ഉപയോഗിക്കുന്ന സങ്കേതങ്ങൾ മുഴുവൻ, അദ്ദേഹത്തിന്റെ ശൈലിയും, എന്തിന് അദ്ദേഹം ഇസ്ലാം കാലികമാണ് എന്ന് പറയാൻ ഉപയോഗിക്കുന്ന
ദുർവ്യാഖ്യാനങ്ങൾ പോലും ഈ കാലഘട്ടത്തിന്റെ നന്മകൾ ഇതിനു മുൻപേ പഠിപ്പിച്ചിട്ടുണ്ട് ഇസ്ലാം എന്ന് കളവ് പറയുന്ന നിലവാരത്തിലേക്ക് പോകുന്നു. എന്നതിൻ്റെ അർത്ഥം ഇസ്ലാം കാലികമായി പരിഷ്കരിക്കണം, ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള പരിഷ്കാരത്തിന്റെ നുണയുടെ പുതപ്പുകൾ അതിന്റെ മുകളിൽ മൂടിയിടുമെങ്കിലും വേണം, അല്ലാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ്. അപ്പൊ അതുകൊണ്ട് കാലപ്പഴക്കത്തിന്റെ കഥ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. മനുഷ്യൻ ചോദിക്കുകയാണ്, നമ്മൾ മരിച്ചതിന് ശേഷം വീണ്ടും ജീവിക്കുമോ? ഇത് ആര് ചോദിച്ചതാണ്? പണ്ടത്തെ കാലത്തെ മനുഷ്യന്മാര്. അന്ന് ഖുർആൻ എന്ന് പറഞ്ഞിരിക്കുന്ന വളരെ യുക്തിഭദ്രമായ മറുപടി ഉണ്ട്. ആ മറുപടി ഇന്നും വളരെ ആപ്റ്റാണ്. എന്താ മറുപടി എന്നറിയോ? ആ മറുപടിയാണ് സുഹൃത്തുക്കളെ മറുപടി. ഇതുപോലത്തെ ഒരു മറുപടി ഇനി ഏതെങ്കിലും ഒരു ചോദ്യത്തിന് വേറെ എവിടെയെങ്കിലും കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അതുകൊണ്ട് വേണ്ടവർ ഇത് എഴുതിയെടുത്തോളൂ. ഈ മറുപടി എന്താണ്? മരണാനന്തരം പുനരുജ്ജീവിപ്പിക്കും എന്ന് മുഹമ്മദ് നബി പറഞ്ഞപ്പോൾ അള്ളാഹ് ആയത്തിറക്കിയിട്ട് മുഹമ്മദിനെ കൊണ്ട് മറുപടി പറയിപ്പിച്ചു. എന്താണ് മറുപടി? കേട്ടോളൂ. നമ്മൾ മരിച്ചതിന് ശേഷം വീണ്ടും നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കുമോ എന്നതാണ് ചോദ്യം. അതിന് ഖുർആൻ പറഞ്ഞ മറുപടി എന്താണ്? അല്ല, മരിച്ചതിന് ശേഷം നിൽക്കട്ടെ, നിങ്ങൾ എങ്ങനെ ജനിച്ചത്? ഒന്നുമല്ലാത്ത സന്ദർഭത്തിൽ നമുക്കിപ്പോൾ 20 വയസ്സുണ്ടെങ്കിൽ 22 വയസ്സുണ്ടെങ്കിൽ 22 വർഷത്തിന് മുൻപ് നമ്മൾ എവിടെയായിരുന്നു? പറയാൻ നമുക്കുണ്ടെങ്കിൽ ഉമ്മാന്റെ വയറ്റിലാന്ന് പറയാം. എന്നാൽ ഉമ്മാന്റെ വയറ്റിലാകുന്നതിന് മുൻപ് എവിടെയാണ്? പറയാൻ കഴിയില്ല, ആർക്കും നിർവചിക്കാൻ കഴിയില്ല. അപ്പോൾ ഒന്നുമല്ലാത്ത തീർത്തും ശൂന്യമായ ഒരു സാഹചര്യത്തിൽ നിന്ന് ഈ പറഞ്ഞ എല്ലാം നൽകിക്കൊണ്ട് സൃഷ്ടിച്ചിരിക്കുന്ന ഒരു രക്ഷിതാവിന് നമ്മൾ മരിച്ചതിന് ശേഷം വീണ്ടും ഇങ്ങനെ സൃഷ്ടിക്കാൻ എന്ത് പ്രയാസമാണുള്ളത്? അപ്പൊ ഖുർആൻ ഇതിന് അന്ന് പറഞ്ഞിരിക്കുന്ന യുക്തി ഇന്നും പ്രസക്തമാണ്. ഇന്നും അതെന്താണ്? വളരെയധികം പ്രാധാന്യമുള്ളതാണ്. എങ്ങനെയുണ്ട് മറുപടി? മറുപടിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭാഗം ഏതാണ് എന്ന് നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ എഴുതും. അതായത് മരണാനന്തരം നിങ്ങളെ പുനരുജ്ജീവിപ്പിക്കും എന്ന് ഒരു അവകാശവാദം ഒരാൾ ഉന്നയിക്കുമ്പോൾ എന്താണ് അതിന് തെളിവ് എന്ന് ചോദിച്ചപ്പോൾ എന്ത് പൊട്ടത്തരാണ് മക്കളെ നിങ്ങൾ പറയണത്? നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എവിടെയായിരുന്നു എന്നാണ് ചോദ്യം. അപ്പൊ ജനിക്കുന്നതിന് മുൻപ് നിങ്ങൾ എവിടെയായിരുന്നു? ഒന്നുമില്ലായികയായിരുന്നു. ആ ഒന്നുമില്ലായികയിൽ നിന്ന് നിങ്ങളെ പരുവപ്പെടുത്തി സൃഷ്ടിച്ച് ഈ കോലത്തിലാക്കിയ പടച്ചോൻ നിങ്ങൾ മരിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും അതുപോലെ എന്നൊക്കെ ഉസ്താദ് അബദ്ധത്തിൽ പറഞ്ഞതായിരിക്കും. അതൊക്കെ വലിയ കോംപ്ലിക്കേഷൻ ആവും, അതൊന്നും വേണ്ട. അള്ളാഹു വീണ്ടും നിങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ അള്ളാഹുവിന് എന്താ പ്രയാസം എന്ന് ചോദിച്ചു. എന്താ തെളിവ് എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹ്ക്ക് ഒരു പ്രയാസമില്ല എന്നാണ് ഉത്തരം. അദ്ദേഹം ബാക്കി പറയട്ടെ. മൂന്നാമത്തേലേക്ക് പോകുന്നതിന് മുമ്പ് ഇനി ഞാൻ ചോദിക്കുന്നത് വിശ്വാസികളോട്, ജനിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എവിടെയായിരുന്നു? നമുക്കൊന്നും പറയാൻ കഴിയില്ല എന്നാണല്ലോ പറയണേ. മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയായിരിക്കും? ഒന്നും പറയാൻ കഴിയില്ല, അതാണ് ഉത്തരം. അതല്ലാത്തൊരു കാര്യം ഒരാളൊരാശയം പറയുമ്പോൾ അതിന് മനുഷ്യന് മനസ്സിലാവുന്ന ഒരു തെളിവ് പറഞ്ഞു കൊടുത്താൽ പോരെ? അതിനൊരു ഉത്തരം കൊടുക്കുകയല്ലേ ചെയ്യേണ്ടത്? അപ്പൊ എന്ത് ചെയ്യാ? ഇസ്ലാം എന്ന് പറയുന്ന ചെറിയ വരയുടെ താഴെ അതിനേക്കാൾ ചെറിയ വരയാണ് ബാക്കിയുള്ളതെല്ലാം എന്ന് വരച്ച് പോവുക. അപ്പൊ ഇസ്ലാം എന്ന് പറയുന്ന വര വലിയ വരയായിട്ട് ആൾക്കാർക്ക് തോന്നും. ഇതാണ് തന്ത്രം. അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോക്ക് വലിയ വര ചെറിയ വര എന്ന് ടൈറ്റിൽ ഇട്ടത്. ജനിക്കുന്നതിന് മുമ്പ് എവിടെയായിരുന്നു എന്ന് അത്ഭുതിക്കുന്ന കുട്ടികളോട് പറയാനുള്ളത് അവിടെ തന്നെ ആയിരിക്കും നിങ്ങൾ മരിച്ചു കഴിഞ്ഞാലും. അത്രേ ഉള്ളൂ ഉത്തരം. അതിന് വേറെ കോംപ്ലിക്കേഷൻ്റെ ആവശ്യമൊന്നും ഇല്ല. ഇനി അടുത്തത്, മൂന്നാമത്തത് ഇവർ പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറയുന്നത്. ഇന്നത്തെ യുക്തിവാദികൾ എന്താ നബിയെ പറ്റി പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭ്രാന്തനാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാനസിക വിഭ്രാന്തി ബാധിച്ച ആളാണ്, അല്ലെ? ഇങ്ങനത്തെ കുറെ ആരോപണങ്ങൾ പറയുന്നത്. എന്താ കഥ? ഇത് സാധാരണഗതിയിൽ എനിക്ക് ചിരിക്കാൻ മടിയാണ് ഇങ്ങനത്തെ വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ. നമ്മൾ കാര്യമായിട്ടൊരു കാര്യം പറയുന്നതിൻ്റെ ഇടയിൽ മൂല്യന്മാർ ഇതുപോലത്തെ തമാശ പറയും. ഇസ്ലാം മതത്തിന്റെ ഏറ്റവും വലിയ വിമർശനം മുഹമ്മദ് നബിക്ക് തലക്ക് സുഖം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാ. ഞാൻ പറയാറില്ല മുഹമ്മദ് നബി മാനസിക വിഭ്രാന്തികളായിരുന്നു, മുഹമ്മദ് നബി പ്രശ്നക്കാരനായി, മുഹമ്മദ് നബിക്ക് എന്താ പറയുക, ഏതൊക്കെയോ ശാസ്ത്രീയമായിട്ടുള്ള ചില മാനസിക വൈകല്യങ്ങളുടെ പേരൊക്കെ പറയുന്ന ഇസ്ലാം വിമർശകരുണ്ട്. അങ്ങനത്തെ പല സിദ്ധാന്തങ്ങളുണ്ട്. മുഹമ്മദ് നബി എന്ന് പറയുന്ന ഒരാൾ ജീവിച്ചിരുന്നോ എന്ന് സംശയിക്കുന്ന ആളുകളുണ്ട്. മക്ക എന്ന് പറയുന്ന പ്രദേശം മനുഷ്യവാസ യോഗ്യമല്ലാതിരുന്ന ഒരു പ്രദേശമായിരുന്നു എന്നും ഈ പറയപ്പെടുന്ന സംഭവം അവിടെ നടന്നതല്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അപ്പൊ അത്തരം സിദ്ധാന്തങ്ങളൊക്കെ നിരവധി അനവധിയുണ്ട്. ആ കൂട്ടത്തിൽ മുഹമ്മദ് നബിയുടെ ഈ സ്വഭാവ സവിശേഷതകളെ മുഴുവൻ പഠന വിധേയമാക്കിക്കൊണ്ട് മുഹമ്മദ് നബിയുടെ മാനസികാവസ്ഥ എന്തായിരുന്നു എന്ന് സിദ്ധാന്തിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ അതാണോ സുഹൃത്ത് ഇസ്ലാമിനെതിരെയുള്ള വിമർശനം? അല്ലല്ലോ. മുഹമ്മദ് നബിക്കെതിരെയുള്ള വിമർശനം മുഹമ്മദ് നബിക്ക് എന്തെങ്കിലും ഓളം ഉണ്ടായിരുന്നു എന്നതേ അല്ല. ഞാൻ ശരിയായ രീതിയിൽ പറയുകയാണെങ്കിൽ മുഹമ്മദ് നബി അങ്ങനെ ഒരു മനുഷ്യന്റെ ഏതെങ്കിലും ഒരു പേഴ്സണാലിറ്റി ട്രൈറ്റ് ഉണ്ടായിരുന്നില്ല എന്നതിനെ കുറിച്ചല്ല, ഒരു മാനസിക വിഭ്രാന്തിയുടെ ഭാഗമായിട്ട് ഉരുത്തിരിഞ്ഞു വന്നതാണ് ഇസ്ലാം എന്ന ഒരു ആശയം എനിക്കില്ല. അങ്ങനെ ഒരു വിമർശനം ഞാൻ ഉന്നയിക്കാറില്ല. അത് ശരിയുമല്ല എന്നാണ് എൻ്റെ വിലയിരുത്തൽ, എൻ്റെ അഭിപ്രായമാണ്. അപ്പൊ ഈ വഹയ്യ് അതിന്റെ സന്ദർഭം അപ്പോൾ ഉണ്ടാവുന്ന ശാരീരിക മാറ്റങ്ങളെ കുറിച്ച് ഹദീസിൽ എഴുതി വെച്ചത് ഇതിനൊക്കെ വെച്ചിട്ടാണ് ചില ആളുകൾ അങ്ങനെ നിഗമനത്തിലെത്തുന്നത്. ഞാൻ എന്തായാലും ആ ഒരു നിഗമനത്തെ ഉൾക്കൊള്ളുന്ന ആളല്ല, അത് എടുക്കുന്ന ആളല്ല. മുഹമ്മദ് എന്ന് പറയുന്നത് വളരെ കൃത്യമായി കണിശമായി വളരെ വ്യക്തമായ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ ഒരു രാഷ്ട്രീയ നീക്കമാണ് ഇസ്ലാം എന്ന രൂപത്തിൽ നമ്മൾ ഇന്ന് കാണുന്നതിന്റെ തുടക്കം
എന്ന് വിചാരിക്കുന്ന ആളാണ്. അപ്പൊ അത്തരം രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഏതെങ്കിലും ഒരു പേഴ്സണാലിറ്റി ട്രൈറ്റ് ഉണ്ടായിരുന്നില്ല എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷേ ഇതൊരു മാനസിക വിഭ്രാന്തിയിൽ നിന്ന് ഉടലെടുത്തതാണ് എന്ന ഒരു വാദം എന്തായാലും ഒരു ശരാശരി ഇസ്ലാം വിമർശകൻ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഇസ്ലാമിനെതിരെയുള്ള വിമർശനം എന്ന് പറയുന്നത് മുഹമ്മദ് നബിക്ക് തലക്ക് സുഖമുണ്ടായിരുന്നില്ല എന്നതല്ല. അതെന്തിനാണ് ഇദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്കറിയോ? അങ്ങനെ പറയുന്ന വിമർശനം ഉണ്ട് ഇപ്പോ. അതും പുതിയതല്ല, അതും പണ്ടേ ആൾക്കാർക്ക് അറിയായിരുന്നു. അതായത് മുഹമ്മദ് നബിയുടെ കാലത്തുള്ള മുഴുവൻ ആൾക്കാർക്കും അത് അറിയാമായിരുന്നു, അവരത് പറഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ട് മുഹമ്മദ് നബിക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടായിരുന്നു എന്ന് ഈ പറയുന്നതിലും വലിയ പുതുമയൊന്നുമില്ല. അതൊക്കെ പഴയ കാര്യമാണ്, അതൊക്കെ പണ്ട് തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരുന്നു എന്നാണ് ഉസ്താദ് പറയുന്നത്. എന്തിനാണ് ഉസ്താദ് അവിടെ പറഞ്ഞത് എനിക്കറിയില്ല, അത് നിങ്ങൾ കേട്ടിട്ട് തീരുമാനിക്കും. ഈ ആരോപണം അന്നത്തെ മനുഷ്യന്മാരും പറഞ്ഞിട്ടുണ്ട്. ഇന്നക്കല്ല മജ്നൂൻ, മുഹമ്മദ് നീ ഒരു മാനസിക വിഭ്രാന്തി ബാധിച്ചിരിക്കുന്ന മനുഷ്യൻ മാത്രമാണ് എന്ന് അന്നത്തെ ആൾക്കാർ തന്നെ പറഞ്ഞിരുന്നു. കൂടെ കിടക്കണവർ പറയണതിൽ അപ്പുറത്തേക്ക് നമ്മൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ ആളല്ല എന്ന് മാത്രമേ എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളൂ. മുഹമ്മദ് നബിന്റെ കൂടെയുള്ള ആൾക്കാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, അവർക്ക് അതിനെന്തെങ്കിലും കാരണം ഉണ്ടാവും. നമ്മൾ അതിനെക്കുറിച്ചൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതെന്തിനാണ് ഉസ്താദ് ഇപ്പൊ ഇവിടെ പറഞ്ഞതെന്ന് മാത്രമേ എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ അത് കമന്റ് ചെയ്യും. പ്രവാചകന് ബുദ്ധിഭ്രംശം സംഭവിച്ചിരിക്കുന്ന മാനസിക വിഭ്രാന്തി ബാധിച്ച മനോനില തെറ്റിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന ആരോപണം പണ്ടത്തെ ആളുകൾ പറഞ്ഞത് ഇന്നത്തെ യുക്തിവാദികൾ ആവർത്തിക്കുന്നു എന്ന് മാത്രം. അതെ, അത് അങ്ങനെ ആരോപിക്കേണ്ട കാര്യമില്ല, അത് നമ്മൾ ഇന്ന് ആവർത്തിക്കേണ്ട കാര്യമില്ല എന്ന് ഞാൻ പറയാം. കാരണം അതൊക്കെ അന്നുള്ള ആൾക്കാർ പറയേണ്ട കാര്യമാണ്, നമ്മൾ പറയേണ്ട ആൾക്കാർ കാര്യമല്ല. അവർക്ക് അനുഭവം ഉണ്ടാവും. അപ്പൊ നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരാൾക്ക് അങ്ങനെ ഒരു മാനസിക പ്രശ്നം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അത് നമ്മളെക്കുറിച്ചൊക്കെ വായിച്ചു കേട്ടറിഞ്ഞ ആൾക്കാർ അങ്ങനെ നിഗമനത്തിലെത്തുകയാണെങ്കിൽ പിന്നെ നമുക്ക് അതിനകത്ത് അഭിപ്രായം പറയാനില്ല. അതുകൊണ്ട് കൂടെ ജീവിച്ച സമകാലികർ മുഹമ്മദിനെ കുറിച്ച് അങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതില്ല എന്ന് പറയാനും ഞാൻ ആളല്ല. പക്ഷെ എൻ്റെ വിമർശനത്തിൽ അല്ലെങ്കിൽ എൻ്റെ വിമർശനത്തിന്റെ കാതൽ മുഹമ്മദ് നബിക്ക് ഇത്തരം മാനസിക പ്രയാസങ്ങൾ ഉണ്ടായിരുന്നോ ഇല്ലേ എന്നതല്ല. ഇസ്ലാം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് മുഹമ്മദ് കൃത്യമായി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ ഒരു രാഷ്ട്രീയ പദ്ധതി ആയിരുന്നു എന്നാണ് എൻ്റെ വിമർശനം. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ആരോപണം സാധാരണഗതിയിൽ ഇസ്ലാമിക വിമർശനം എന്ന രീതിയിൽ മാത്രം പരിഗണിക്കുന്ന വിഷയമല്ല. അടുത്തത് നാലാമത്തത് ഖുർആനെ സംബന്ധിച്ചുള്ള ഇവിടെ അഭിപ്രായം എന്താണ്? ഇന്നത്തെ യുക്തിവാദികൾ പറയുന്നത് ഖുർആൻ എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഇവിടുന്ന് കോപ്പി അടിച്ചതാണ്, അത് പിന്നെ കെട്ടിച്ചമച്ചതാണ്, കെട്ടുകഥയാണ്, ഉമ്മാമക്കഥയാണ് എന്നൊക്കെ പറയുന്നത്. ഇതേ ആരോപണം ആരും പറഞ്ഞിട്ടുണ്ട്? 6-ാം നൂറ്റാണ്ടിലെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അം യഖൂലൂന ഇഫ്തറ, അവർ പറയുന്നു ഇത് ഖുർആൻ കെട്ടിച്ചമച്ചതാണ്, കെട്ടുകഥയാണ് എന്ന് പറയുന്നു. അപ്പൊ ആ ആരോപണം പുതിയതല്ല, അതും പണ്ടത്തെ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ്. ഇതിൽ നമുക്കൊന്നും പറയാനില്ല. ഇസ്ലാം എന്ന് പറയുന്ന ഗ്രന്ഥം മുഹമ്മദിന്റെ തോന്നലും മുഹമ്മദിന്റെ പറച്ചിലും മുഹമ്മദിന്റെ ചെയ്തികളും മുഹമ്മദിന്റെ ആഗ്രഹങ്ങളും മുഹമ്മദിന്റെ ആവശ്യങ്ങളും മുഹമ്മദിന്റെ അനിഷ്ടവും മുഹമ്മദിന്റെ വേജാറും എല്ലാം ഉൾച്ചേർന്നിട്ടുള്ള മുഹമ്മദിന്റെ ചിന്തകളും മാനസിക വ്യാപാരങ്ങളുമായിരുന്നു എന്നാണ് നമ്മൾ പറയാറുള്ളത്. പിന്നെ അതിന്റെ ചില ചരിത്രങ്ങൾ, മനുഷ്യന്റെ ഉൽപ്പത്തി പോലെയുള്ള കാര്യങ്ങളൊക്കെ തോറയിൽ നിന്ന് ചൂണ്ടിയതാണ്. അതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അപ്പൊ അതിനപ്പുറത്തേക്ക് അതൊന്നും ഒരു കാര്യമായ വിമർശനം, അത് നിങ്ങൾ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആയിട്ട് എടുക്കണ്ട. ആ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ തന്നെ കഥ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, സ്വാഭാവികം. അതിലൊന്നും നമ്മൾ കുറ്റം പറയുന്നതിൽ അർത്ഥമല്ല. അപ്പൊ ഖുർആനെ സംബന്ധിച്ച് ഇന്നത്തെ യുക്തിവാദികൾ ഉന്നയിക്കുന്ന ആരോപണം ഇവർ കുറെ ഗവേഷണം നടത്തി കണ്ടുപിടിച്ചൊന്നല്ല. പണ്ടത്തെ ആളുകൾ ഖുർആനെതിരെ കൃത്യമായിട്ട് ഉത്തരം പറയാനില്ലാതെ വന്നപ്പോൾ, ഖുർആനിന്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ കഴിയാതെ വന്നപ്പോൾ അവർ ഖുർആനെതിരെ ഉന്നയിച്ചിരിക്കുന്ന അതേ ആരോപണത്തെ ഇവരും ഇന്നെന്താണ് കൊണ്ടു നടക്കുന്നു എന്ന് മാത്രം. ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഒരു അവകാശവാദമാണ്. ഇപ്പം ഇത് കെട്ടുകഥകളാണ് എന്ന് പറയുന്നത് ഖുർആന്റെ വെല്ലുവിളി ഉത്തരം പറയാതെ ഉത്തരം മുട്ടിയപ്പോൾ ഒന്നും വന്നതല്ല. ഖുർആൻ ദൈവത്തിൽ നിന്നുള്ളതാണ് എന്ന് തെളിവ് ചോദിച്ചപ്പം ഇത് ദൈവത്തിന്റെ അടുത്ത് നിന്നുള്ള, അല്ലെങ്കിൽ നിങ്ങൾ ഇതേപോലത്തെ ഒരെണ്ണം കൊണ്ടുവരും എന്ന് പറഞ്ഞു. ഇത്രേ ഉള്ളൂ. എന്ന് മാത്രമല്ല, ഇതിനേക്കാളും മഹത്തരമായ കവിതകളും ഇതിനേക്കാളും മഹത്തരമായ തത്വശാസ്ത്രങ്ങളും കവിതാ രൂപത്തിൽ ഇതിനേക്കാൾ ഭംഗിയിലും ആ കാലഘട്ടത്തിലും അതിനു മുൻപും അറേബ്യയിൽ നിലവിലുണ്ടായിരുന്നു എന്നതിന് ഇഷ്ടം പോലെ ചരിത്ര രേഖകളുണ്ട്, തെളിവുകളുണ്ട്. മുഹമ്മദിനേക്കാൾ സ്വാധീനമുണ്ടായിരുന്ന ഈ പ്രവാചക വേഷം കെട്ടിയ ആളുകൾ മുഹമ്മദിന്റെ കാലത്തും അതിനുശേഷവും അവിടെ ഉണ്ടായിരുന്നു എന്നും മുഹമ്മദ് മരണപ്പെട്ടതിന് ശേഷം ഇസ്ലാമിൽ ആദ്യമായി നടന്ന 2 യുദ്ധങ്ങളിൽ ഒന്ന്, അല്ലെങ്കിൽ ആദ്യമായിട്ട് അബൂബക്കർ നേരിടേണ്ടി വന്നത് ഈ അർത്ഥത്തിൽ മുഹമ്മദ് മരണപ്പെടുന്നതോടുകൂടി ഇസ്ലാം ഉപേക്ഷിച്ചു പോയവരെയും അതുപോലെ തന്നെ അവര് ചെന്നു ചേർന്ന പുതിയ പ്രവാചകനെയും വകവരുത്താനായിരുന്നു. മുസൈലിമത്തുൽ കദ്ദാബ് എന്നാണ് ഇവര് ആ വ്യക്തിയെ, അദ്ദേഹത്തിനെ കൊലപ്പെടുത്തുന്ന ചരിത്രവും കഥയും അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ വേണ്ടി അവർ മുന്നോട്ട് പോകുന്നതിന്റെ കാരണവും കാര്യമൊക്കെ ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ ഉണ്ട്. അപ്പൊ അതിലൊന്നും വലിയ കഥയില്ല എന്നാണ് പറയാനുള്ളത്. ഇദ്ദേഹം ഇതൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ഈ ആരോപണമൊക്കെ പുതിയതല്ല, ഇതൊക്കെ പഴയതാണ്. ഇസ്ലാം എന്ന് പറയുന്നതിനെ പഴക്കം പറഞ്ഞ് കളിയാക്കുമ്പോൾ ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങൾക്കും ഇസ്ലാമിനോളം തന്നെ പഴക്കമുണ്ട്. വലിയ വര ചെറിയ വര എന്താണ് ഇദ്ദേഹം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല. ഇനി 5ാമത്തെ കാര്യം പറയാം. 5ാമത്തെ എന്തറിയോ? ഇവർ പറയും ഞങ്ങൾ ആധുനിക കാലഘട്ടത്തിൽ ആധുനികമായി ചിന്തിക്കുകയാണ്, അതുകൊണ്ട്
ആണും പെണ്ണും തമ്മിൽ കല്യാണം കഴിച്ചുകൊണ്ട് മാത്രമല്ല ലൈംഗിക ബന്ധം, ആണായിട്ടും പെണ്ണായിട്ടും അങ്ങനെ ഒരു ഫ്രീ സെക്സ്, സ്വതന്ത്ര രതി, അത് ആധുനിക കാലഘട്ടത്തിന്റെ വളർച്ചയുടെ ഭാഗമായി മനുഷ്യൻ നേടിയതാണെന്ന് പറയാം. ആരാ അങ്ങനെ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞ ഒരാളെ ഉസ്താദ് കൊണ്ടുവന്ന് മുന്നിൽ നിർത്തിയിട്ട് ഈ ഉത്തരം പറയുകയാണെങ്കിൽ ഓക്കെ. ഇപ്പൊ ഞാൻ ഉസ്താദ് പറഞ്ഞതിന് മറുപടി പറയുമ്പോൾ പറഞ്ഞ ആളുടെ വീഡിയോ കേൾപ്പിച്ചിട്ടാണ് പറയുന്നത്. അങ്ങനെ ഈ മനുഷ്യന് സ്വർഗാനുരാഗം പോലെയുള്ള കാര്യങ്ങൾ, സ്വർഗരതി അല്ലെങ്കിൽ ലൈംഗികമായിട്ടുള്ള ആകർഷണം, ഇത്തരം കാര്യങ്ങളൊക്കെ ആധുനികമായി ശാസ്ത്രീയമായിട്ട് അറിവ് വികസിച്ചപ്പോൾ ഉണ്ടായതാണ് എന്ന് ആരാണ് ഉസ്താദിനോട് പറഞ്ഞത്? അല്ലെങ്കിൽ അതാണ് ഏറ്റവും വലിയ പുരോഗമനം എന്ന് ആരാ പറഞ്ഞത്? മറിച്ച് നമ്മൾ എന്താ പറയുന്നത്? ലൈംഗികമായ ഭിന്നശേഷിക്കാരായിട്ട് മീൻസ് ഭിന്നലിംഗക്കാരായിട്ടുള്ള ആളുകൾ അവർ സാമൂഹികമായും രാഷ്ട്രീയമായും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, വിവേചനം, അതിന് മാറ്റം ഉണ്ടാവണമെന്നും അവർക്കും അവകാശങ്ങൾ, തുല്യമായ അവകാശങ്ങൾക്ക് അർഹത ഉണ്ടാവണം എന്നതാണ് ലിംഗനീതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇദ്ദേഹം ഇതിനെ വേറെ ഒരു തരത്തിൽ വക്രീകരിച്ച് ഇതാണ് പുരോഗമനം അല്ലെങ്കിൽ ഇസ്ലാം വിമർശനം എന്ന് പറഞ്ഞാൽ ഇതാണ് എന്ന് പറഞ്ഞ് ആളുകളെ ഒരു തെറ്റായ ഭയത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. ഇനി അതിനൊരു മറുപടി ഉണ്ട്, അത് ഞാൻ പറയാം. ഇത് പഴയതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ത്? ഈ സ്വർഗാനുരാഗം പോലെയുള്ള കാര്യങ്ങളൊക്കെ പണ്ടേ ഉള്ളതാണ് എന്നാണ്. എന്നിട്ട് അദ്ദേഹം അതിന് ചരിത്രത്തിൽ നിന്നൊരു തെളിവ് തരും, കേട്ടോളി. യഥാർത്ഥത്തിൽ ഇതെപ്പോൾ ഉണ്ടായതാണ്? ഇവർ നമ്മൾ ക്ഷണിക്കുന്ന ഈ സ്വതന്ത്ര രീതിയിലേക്ക്, ഫ്രീ സെക്സിലേക്ക് അല്ലെങ്കിൽ സ്വർഗ വിവാഹത്തിലേക്കൊക്കെയുള്ള ഈ കാര്യങ്ങളൊക്കെ പണ്ടുള്ള ആളുകൾ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ലൂത്ത് നബിയെ കേട്ടില്ലേ നിങ്ങൾ? ലൂത്ത് നബി ആരെ കാലഘട്ടത്തിലുള്ള പ്രവാചകൻ എന്നറിയോ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലുള്ള. ഇബ്രാഹിം നബിയുടെ കാലവും നമ്മുടെ കാലവും തമ്മിൽ നോക്കുമ്പോൾ 5000 വർഷത്തിന്റെ ഡിസ്റ്റൻസ് ഉണ്ട്. 5000 വർഷം. അപ്പൊ 5000 വർഷങ്ങൾക്ക് മുൻപ്, 1400 അല്ല കേട്ടോ, 6-ാം നൂറ്റാണ്ടുമല്ല, 5000 വർഷങ്ങൾക്ക് മുൻപുള്ള ആളുകൾ അവരുടെ ജീവിതത്തിൽ കൊണ്ടു നടന്ന ഒരു ദുഷിച്ചു നാറിയ സംസ്കാരം, അതായിരുന്നു ഈ പറയുന്ന സ്വർഗരതി അല്ലെങ്കിൽ സ്വതന്ത്ര രതി എന്നൊക്കെ പറയുന്നത്. അതിലേക്കാണ് ഈ പറയുന്ന യുക്തിവാദികളും നിരീശ്വരവാദം ക്ഷണിക്കുന്നത്. അപ്പൊ നമുക്ക് ചോദിക്കാം, ഇതുപോലെ ഉളുപ്പില്ലാതെ നുണ പറഞ്ഞിട്ടൊക്കെ ഇസ്ലാമിനെ സംരക്ഷിക്കേണ്ടി വരുന്ന ഗതികേടിലേക്ക് ഈ മതനേതൃത്വം എത്തി എന്ന് പറയുന്നത് തന്നെ ഇസ്ലാമിന്റെ പരാജയമാണ്. ഇനി ഇസ്ലാമിന് തിരിച്ചാലോചിക്കാനേ ഇല്ല. ഇവിടെ സ്വതന്ത്ര ചിന്ത, ഇസ്ലാം മത വിമർശനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങോട്ട് വരും, നമുക്ക് ഇതിന് പോകാം എന്ന് പറഞ്ഞിട്ടുള്ള ക്ഷണമാണ് എന്ന് ഞാൻ എന്താ അദ്ദേഹത്തെ പറയാ, ഈ മാന്യദേഹത്തോട് ആരാ പറഞ്ഞത്? അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾ ഉസ്താദിന്റെ അടുത്ത് സമീപിച്ചിട്ട്, ഉസ്താദെ നിങ്ങൾ ഇസ്ലാം മതം ഉപേക്ഷിക്കൂ, സ്വതന്ത്ര ചിന്തയിലേക്ക് വരൂ, അല്ലെങ്കിൽ യുക്തിവാദത്തിലേക്ക് വരൂ, നിരീശ്വരവാദത്തിലേക്ക് വരൂ, നമുക്കിവിടെ ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്, ഇതാണ് അത് എന്ന് ഉസ്താദിനോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ ഫോട്ടോയും ഫോൺ നമ്പറും ഒന്ന് തരും. എന്ത് വിവരക്കേടാണ് വിളിച്ചു പറയുന്നത്? വൃത്തികേടാണ് വിളിച്ചു പറയുന്നത്. മുന്നിലിരിക്കുന്ന കുട്ടികളെ ഭയവിഹ്വലരാക്കാൻ വേണ്ടി നേരത്തെ പറഞ്ഞ ഖബറും മരണവും പരലോകവും നരകവും ഒക്കെ പറഞ്ഞ് വിറപ്പിച്ച് നിൽക്കുന്ന ആളുകളെ അതിനേക്കാളും മേലെ ഒരു എന്താ പറയാ, ഒരു ധാർമ്മികമായ ഭയം കൂടി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കുടിലമായ കളവ് പറച്ചിലാണ് ഇദ്ദേഹം അവിടെ നടത്തുന്നത്. ഇതിലേക്ക് ഉള്ള ശ്രമമാണ് നടത്തുന്നത്. ഇതിന്റെ രസകരമായ കാര്യം എന്താ വെച്ചാൽ ഇത് പണ്ടേ ഉള്ളതാണ്. ഇത് യുക്തിവാദികൾ ഇപ്പൊ കണ്ടുപിടിച്ച ഒന്നല്ല. ഇത് നമ്മളെ നൂത്ത് നബിയുടെ കാലം മുതലേ ഉണ്ടായിരുന്നു. എന്നിട്ട് അള്ളാഹ് ദോശ മറിച്ചിരുന്ന പോലെ ഭൂമിനെ മറിച്ചിട്ട് അവന്മാരെ നശിപ്പിച്ചു കളഞ്ഞു എന്നാണ് കഥ. അല്ലെന്റെ ഉസ്താദുമാരെ, ഈ ദുഷിച്ച കാലത്ത് മീൻസ് ആ കാലഘട്ടത്തിൽ മനുഷ്യർക്കിടയിൽ ഉണ്ടായിരുന്ന ആ ദുഷിച്ച സമ്പ്രദായത്തിന്റെ പേരിൽ പിടികൂടിപ്പെടുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ഉസ്താദുമാര് അല്ലെങ്കിൽ അധ്യാപകർ ഏത് വിഭാഗത്തിലാണ് ഏറ്റവും കൂടുതൽ എന്ന് നിങ്ങൾ പത്രമാധ്യമങ്ങളിൽ കണക്കെടുത്ത് നോക്കുക. ഞാനിപ്പോൾ അതിന്റെ കണക്കെടുപ്പിനൊന്നും വരുന്നില്ല. അതിനിരകളാക്കപ്പെടുന്ന, പീഡനത്തിന് വിധേയരാകുന്ന കുട്ടികൾ ഏത് വിദ്യാലയങ്ങളിലാണ് കൂടുതലുള്ളത് എന്നും നിങ്ങൾ പരിശോധിക്കുക, ഉത്തരം കണ്ടെത്തുക. അതുകൊണ്ട് ആ നമ്പറൊക്കെ കയ്യിൽ മടക്കി വെച്ചാൽ മതി. ഇതൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് മദ്രസയിലും ദർസിലും പഠിച്ചു ഇറങ്ങിയ കുട്ടികളെടുത്താണ് സ്വതന്ത്ര ചിന്തകർ അതിലേക്കാണ് വിളിക്കുന്നത് എന്ന് പറയുന്നത്. എവിടുന്ന്? ഈ പള്ളിയിൽ നിന്നും മദ്രസയിൽ നിന്നും ഇറങ്ങിയ കുട്ടികളോടാണ് മൂല്യാരും നിന്നിട്ട് ഈ വിടുവായത്തം പറയുന്നതെന്ന് ആലോചിക്കണം. ഏതെങ്കിലും ഒരു കുട്ടി അവിടുന്ന് എഴുന്നേറ്റ് എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഉസ്താദ് പെട്ടുപോയനെന്നാണ് പറയാനുള്ളത്. അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞ എന്തിനാന്ന് ചോദിച്ചാൽ അതുകൂടെ പറയണല്ലോ. ലാസ്റ്റ് വൺ പോയിന്റ്, ഇവർ പറയും ഇങ്ങനെയൊക്കെ ഡ്രസ്സ് മൂടിക്കെട്ടി നടക്കുന്നത് അത് പഴഞ്ചൻ ആശയമാണ്. ഞങ്ങളിലേക്ക് വരൂ, ഡ്രസ്സ് നിങ്ങൾ ഇഷ്ടം പോലെ ധരിക്കാം, ശരീരം പ്രദർശിപ്പിക്കാം. ശരി, ഈ ശരീര പ്രദർശനം, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ശരീര പ്രദർശനം, അത് ഏത് കാലം മുതലുള്ളതാ? ഈ 21-ാം നൂറ്റാണ്ടിൽ ഇവർ കണ്ടുപിടിച്ചതാണോ? അല്ല, ഇവർ കളിയാക്കുന്ന 6-ാം നൂറ്റാണ്ടിലുള്ളൊരു വിഷയമാണത്. അതടങ്ങും. പിന്നെ സ്വതന്ത്ര ചിന്തകർ വിളിക്കുന്നത് വരൂ നമുക്ക് ഡ്രസ്സ് അഴിക്കാം എന്ന്. ഇസ്ലാം വിമർശനം അല്ലെങ്കിൽ നിരീശ്വരവാദം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ വരൂ നമുക്ക് വസ്ത്രങ്ങൾ ഊരിയെറിയാം എന്നതാണ് അത്രേ. അതിലേക്കുള്ള ക്ഷണമാണ് എന്നാണ് എന്താ ഇതിനൊക്കെ പറയാം. അല്ല, ആരാ ഇദ്ദേഹത്തെ എങ്ങനെയൊക്കെ ചെന്ന് ക്ഷണിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്താണ് വസ്ത്രധാരണത്തെ കുറിച്ച്? മനുഷ്യന് മാന്യമായ വസ്ത്രം ധരിക്കാൻ, അവന് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനുള്ള അവകാശം അതുണ്ട് എന്നതാണ് ആശയം.
അല്ലാതെ വരൂ നമുക്ക് വസ്ത്രങ്ങൾ വലിച്ചെറിയാം എന്നിട്ട് മുന്തിരിത്തോപ്പിലേക്ക് പോകാം എന്നതാണോ? എവിടുന്ന ഉസ്താദ് വരുന്നത്? ഈ ഉസ്താദിന്റെ ഫോൺ നമ്പർ കിട്ടുമെന്ന് ഞാൻ കുറെ ദിവസമായി അന്വേഷിക്കുന്നു. ഇദ്ദേഹത്തിന്റെ ഒറിജിനൽ വീഡിയോ അപ്ലോഡ് ചെയ്തെടുത്ത് ഞാൻ തന്നെ സ്വന്തം ഐഡിയിൽ ചെന്നുകൊണ്ട് ഇദ്ദേഹത്തിന്റെ നമ്പർ കിട്ടാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ കിട്ടിയിട്ടില്ല. ഇദ്ദേഹത്തിന് നേരിട്ട് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കണക്ട് ചെയ്താൽ നല്ലതായിരിക്കും. കാരണം ഇദ്ദേഹത്തിന് ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞ് സമീപിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. വലാ തബറജന തബറജുൽ ജാഹിലിയത്തുൽ ഊല, സൂറത്ത് അഹ്സാബിലെ 33-ാമത്തെ ആയത്താണത്. ഡാർക്ക് ഏജ്, വിവരമില്ലാത്ത അജ്ഞാത കാലഘട്ടത്തിലെ ഈ ആളുകൾ ശരീര പ്രദർശനം നടത്തിയതുപോലെ നിങ്ങൾ ശരീര പ്രദർശനം നടത്താൻ പാടില്ല, സൗന്ദര്യ പ്രദർശനം നടത്തിയതുപോലെ നിങ്ങൾ സൗന്ദര്യ പ്രദർശനം നടത്താൻ പാടില്ല. അതിന്റെ അർത്ഥം എന്താണ്? അക്കാലഘട്ടത്തിൽ തന്നെ സ്ത്രീകള് വസ്ത്രം നല്ല രൂപത്തിൽ ധരിക്കാതെ മോശമായ രൂപത്തിൽ ധരിച്ച് ശരീരത്തിന്റെ സൗന്ദര്യ പ്രദർശനം നടത്തിയ സംസ്കാരം അന്നേ ഉണ്ടായിരുന്നു. അപ്പൊ ഇതില് സൂറത്ത് അഹ്സാബ് പറഞ്ഞത് നന്നായി. സൂറത്ത് അഹ്സാബിലെ 33-ാമത്തെ വചനം എന്ന് പറഞ്ഞത് 33-ന് മുമ്പുള്ള 32, 31 ഒക്കെ വായിച്ചിട്ട് നമ്മൾ 33-ലൂടെ 50-ലേക്ക് എത്തുമ്പോൾ ഏകദേശം കാര്യങ്ങൾ വ്യക്തമാകും. എന്താണ്? നിങ്ങൾ മുൻകാലത്തിൽ ഉണ്ടായിരുന്ന പോലെ സൗന്ദര്യ പ്രദർശനം നടത്താൻ പാടില്ല എന്ന് ആരോട് പറഞ്ഞാന്നറിയോ? മുഹമ്മദ് നബിയുടെ ഭാര്യമാരോട്, പത്നിമാരോട് പറയാണ്, നിങ്ങൾ മറ്റുള്ളവരെ പോലെ അല്ല, നിങ്ങൾ മറ്റുള്ളവരെ പോലെ അല്ലെങ്കിൽ നിങ്ങൾ പണ്ട് നടന്നിരുന്നത് പോലെ നിങ്ങൾ ഇഷ്ടം പോലെ വസ്ത്രം ധരിച്ച് നടക്കാൻ പാടില്ല, നിങ്ങൾ സൗന്ദര്യം പ്രദർശിപ്പിക്കാൻ പാടില്ല, ഞരമ്പ് രോഗികളാൽ ചുറ്റപ്പെട്ട ഒരു സമൂഹത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്ന് മുഹമ്മദ് നബിക്ക് പേടി. ആരെ പേടി? മുഹമ്മദ് എന്ന ലോകത്തിന്റെ പ്രവാചകന്റെ അനുയായികൾ മാത്രം ജീവിക്കുന്ന ഒരു പ്രദേശത്ത് സ്വന്തം വീട്ടിലുള്ള സ്ത്രീകളെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അല്ലെങ്കിൽ മാന്യമായ രീതിയിൽ അവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങി നടക്കാൻ അനുവദിക്കാൻ മുഹമ്മദ് നബി എന്ന നേതാവിന് പേടി. ആരെ പേടി? ഉമറിനെ പോലെയുള്ള അണികളെ പേടി. ആ പേടിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വേറെ എന്തെങ്കിലും മാനസിക പ്രശ്നമോ കൊണ്ട് സ്വന്തം വീട്ടിലുള്ള സ്ത്രീകളെ പറഞ്ഞു പേടിപ്പിക്കുകയാണ്. നിങ്ങൾ മറ്റുള്ളവരെ പോലെ അല്ലെങ്കിൽ പണ്ട് നടന്നിരുന്ന പോലെ ഒന്നും ഇനി ഇറങ്ങി നടക്കരുത്, നിങ്ങൾ നല്ലോണം മൂടി ഇറങ്ങി നടക്കണം. അല്ലെങ്കിൽ ഉമറൊക്കെ അപ്പുറത്തും ഇപ്പുറത്തും പാത്തും പതുങ്ങി നിൽക്കുന്നുണ്ടാവും എന്നുള്ളതായിരിക്കാം അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. എന്തായാലും എന്ന് മാത്രമല്ല, നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള സ്ത്രീകളെ പോലെ നിങ്ങൾക്ക് ഇരട്ടി ശിക്ഷ കിട്ടും എന്ന് പറഞ്ഞ് പേടിപ്പിക്കാൻ ഇറക്കിയ ആയത്തിനെ കുറിച്ചാണ് ഉസ്താദ് ഇവിടെ പറഞ്ഞു വെച്ചത്. ഉസ്താദ് പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ സ്വതന്ത്രമായ വസ്ത്ര സ്വാതന്ത്ര്യം. അപ്പൊ ഇത് പറഞ്ഞു വെക്കുന്നത് എന്താ നിങ്ങൾക്ക് മനസ്സിലായോ? ഇസ്ലാം ഈ വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒന്നും പുതിയതല്ല. അതൊക്കെ ഇസ്ലാം അത് പരുവപ്പെടുത്തി പാകപ്പെടുത്തി നശിപ്പിച്ചു. അതാണ് ഞാൻ പറഞ്ഞത് മുഹമ്മദ് നബി ഒരു മതത്തിന്റെയും സ്ഥാപകനല്ല, ഒരു സംസ്കാരത്തിന്റെ അന്തകനാണെന്ന് ഞാൻ പറയാൻ കാരണം അതുകൊണ്ടാണ്. മനുഷ്യന്റെ സ്ത്രീകളുടെ അവകാശങ്ങളുടെ പൂർണ്ണമായ അവസാനമാണ് മുഹമ്മദ് നബിയിലൂടെ ആ നൂറ്റാണ്ടിൽ അവിടെ സംഭവിച്ചത്. അപ്പൊ അതുകൊണ്ട് സ്ത്രീകളുടെ വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഈ അവകാശവാദം അല്ലെങ്കിൽ ഈ ആശയമൊക്കെ പണ്ടേ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മുഹമ്മദ് നബി വരുന്ന കാലത്തിന് മുമ്പ് അവിടെ മനുഷ്യന്മാർക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ കുറച്ചുകൂടി സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു എന്നല്ലേ ഉസ്താദെ നിങ്ങൾ ഇവിടെ പറഞ്ഞ് സമർത്ഥിച്ചത് എന്ന് ഒന്നുകൂടി നിങ്ങളൊന്ന് കേട്ടു. കഅബാലയം ഉണ്ടല്ലോ, വിശുദ്ധ കഅബാലയം. കഅബാലയത്തിന് ചിലപ്പോൾ തവാഫ് ചെയ്യുന്നത് പോലും പ്രദക്ഷിണം ചെയ്യുന്നത് പോലും ശരീരം വേണ്ട രൂപത്തിൽ മറക്കാതെ ആയിരുന്നു. അപ്പൊ ശരീരം മറക്കാതെ പുറത്തിറങ്ങുന്നത് ആധുനിക സമൂഹം നേടിയിരിക്കുന്ന ഒരു വലിയ നേട്ടമൊന്നുമല്ല. ഇത് ഇവർ കളിയാക്കുന്ന, നമ്മളെ പരിഹസിക്കുന്ന 6-ാം നൂറ്റാണ്ടിലോ അതുക്കും മുമ്പോ ഉണ്ട് എന്ന് കാണാൻ കഴിയും. അപ്പൊ എന്താ പറയുക? ഇസ്ലാം കൊണ്ടുവന്ന സമ്പൂർണമായ മൂടുപടം, അതാണ് ഏറ്റവും ആധുനികം. സ്വതന്ത്രമായ വസ്ത്രധാരണം, ഇഷ്ടമുള്ള രീതിയിൽ വസ്ത്രം ധരിക്കാനുള്ള അവകാശം എന്നതൊക്കെ അതാണ് സുഹൃത്തുക്കളെ ഏറ്റവും വലുത്, ഏറ്റവും പഴക്കം ചെന്നത്. അപ്പൊ നിങ്ങൾ ഇസ്ലാമിന്റെ പഴക്കത്തെക്കുറിച്ച് കുറ്റം പറയുന്നതിൽ അർത്ഥമില്ല എന്ന് പറഞ്ഞാൽ വലിയ വര ചെറിയ വര. ഇനി നിങ്ങളെല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുകയും, നിങ്ങളോടല്ല കേട്ടോ, കുട്ടികളോട് പറയാം. കുട്ടികൾ ഇതൊക്കെ കേട്ട് തരിച്ചിരിക്കുകയായിരിക്കും. ചിലപ്പം താഴോട്ടൊക്കെ ഭയങ്കര തരിപ്പ് കയറി തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് കയ്യും കാലൊക്കെ തരിച്ചിരിക്കുന്ന കുട്ടികളോടൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറയാണ്. ഇത്രയും തള്ളു ഒറ്റയടിക്ക് വിഴുങ്ങിയതല്ലേ, കുട്ടികളെയൊക്കെ ഒന്ന് എഴുന്നേപ്പിച്ച് നിർത്തുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. ഒന്നുകൂടെ എഴുന്നേറ്റ് പ്ലീസ് പ്ലീസ്. അപ്പൊ നമ്മൾ മതത്തിൽ നിൽക്കാനുള്ള 5 കാര്യങ്ങൾ പഠിച്ചു. എന്തുകൊണ്ട് ഞാൻ ഇസ്ലാമിനെ ചൂസ് ചെയ്യുന്നതിന് ഉത്തരം നമ്മൾ പഠിച്ചു അല്ലേ? പിന്നെ നമ്മൾ പറഞ്ഞറിയോ, അത് നമ്മൾ ബോധ്യപ്പെടുത്തിയതിനു ശേഷം ഇങ്ങനെ വരുന്ന യുക്തിവാദ ലിബറൽ ചിന്താഗതിയുള്ള ആളുകൾ നമുക്ക് തിരിച്ചു ചില ചോദ്യം ചോദിക്കാണ്ട്. അത് നേരത്തെ പറഞ്ഞ ചോദ്യങ്ങൾ കേട്ടോ. നിങ്ങളെ ആശയങ്ങൾക്ക് എത്ര പഴക്കമുണ്ട്, നിങ്ങളിൽ എന്തൊക്കെ ഉണ്ട്, ഇതൊക്കെ ഞങ്ങൾക്ക് പണ്ടേ അറിയാം, ഇതൊക്കെ നമ്മൾ മുന്നേ കണ്ടിക്കണേ, ഇതാണ് പറയാനുള്ളത് കേട്ടോ. അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ അവരോട് ചോദിച്ച് അവർ നിങ്ങളെ ക്ഷണിക്കുന്ന തെറ്റായ എല്ലാ ആശയങ്ങളും ഈ പറഞ്ഞ 6-ാം നൂറ്റാണ്ടിലും അതിൻ്റെയും മുൻപ് ലോകത്തുള്ളതാണ് എന്നവർ ബോധ്യപ്പെടുത്തിയാൽ പിന്നെ ഇസ്ലാം 6-ാം നൂറ്റാണ്ടിന്റെ പഴഞ്ചൻ ആശയമാണ് എന്നവർക്ക് പറയാൻ കഴിയോ? ക്ലിയർ ക്ലിയർ ഇരിക്കും. അപ്പൊ ഇങ്ങനെയാണ് ഇസ്ലാം 6-ാം നൂറ്റാണ്ട് പഴഞ്ചൻ എന്ന വിമർശനത്തെ നമ്മൾ പ്രതിരോധിക്കേണ്ടത്. എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഇനി അവിടെ കുത്തിരുന്നോളി. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, കുട്ടികളോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളിപ്പോൾ ഇതൊക്കെ കേട്ടു, പേടിച്ചു, ബേജാറായി, സമാധാനാക്കി, ഇസ്ലാമാണ് എന്ന് പറയുന്നതിൽ ആത്മാഭിമാനാക്കി, ഒക്കെ സെറ്റല്ലേ? ഇനി നിങ്ങൾ കലാലയത്തിലേക്ക് പോകുമ്പോൾ ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങൾ പലതും പല ഭാഗത്തുനിന്നും വരും. അതിനൊക്കെ ഉസ്താദ് പറഞ്ഞു തന്ന ഈ പ്രതിരോധം കൊണ്ട് നിങ്ങൾ
മറികടക്കാൻ ആത്മവിശ്വാസമുള്ളവരായി മാറണം. ഇതാണ് മോട്ടിവേഷൻ്റെ അവസാന ഭാഗം. അതും കൂടി ഒന്ന് കേൾക്കാം. നാളെ മുതൽ നമ്മൾ ക്യാമ്പസിലേക്ക് പോകേണ്ടത് എങ്ങനെയാണ്? എങ്ങനെ പോകണം? അയ്യോ ഞാനൊരു മുസ്ലിമായി, അതുകൊണ്ട് ഒരു നാണം, ആരും മുന്നിലേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല എന്തെങ്കിലും ചോദിക്കുമ്പോൾ നമ്മളാകെ കുഴഞ്ഞു പോകുന്നു. അങ്ങനെ ഉണ്ടാകരുത്. നിങ്ങൾ ക്യാമ്പസിൽ നിങ്ങൾ മാത്രമാണ് ഒരു മുസ്ലിം എങ്കിൽ പോലും നിങ്ങൾക്ക് ചുറ്റിലും 100,000 ആളുകൾ യുക്തിവാദികളോ നിരീശ്വരവാദികളോ ആണെങ്കിൽ പോലും അവർക്കൊന്നുമില്ലാത്തൊരു വലിയ ആത്മാഭിമാന ബോധം നിങ്ങൾക്കുണ്ടാകണം. അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സാമാന്യ ബോധം ഓഫാക്കി വെക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ കുട്ടികൾക്ക് അതൊക്കെ ചെയ്യാൻ കഴിയും. അപ്പം ഇതുപോലെയുള്ള ഒരു ആത്മവിശ്വാസം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എവിടെയെങ്കിലും വെച്ച് നിങ്ങൾക്ക് ഇസ്ലാമിൻ്റെ വലിപ്പം ചെറുതാണ്, ഇസ്ലാം എന്നത് ഒരു ചെറിയ വരയാണ് എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ഇസ്ലാം ഒഴികെയുള്ള മറ്റെല്ലാം ഇതാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ താഴെ ചെറിയൊരു വര വരച്ചു കൊടുക്കുക. സംഗതി ഇസ്ലാം സേഫാവും, നിങ്ങൾക്ക് ആത്മാഭിമാനം ഉണ്ടാവും, നിങ്ങൾക്ക് സുഗമമായും സ്വസ്ഥമായും കലാലയത്തിൽ ഇസ്ലാമികമായി മുന്നോട്ട് പോകാൻ കഴിയും എന്നാണ് അദ്ദേഹം പറയുന്നത്.